പറഞ്ഞത് എങ്ങനെയാണ് ഒരു 1930-കൾ തൊട്ട് 80-കൾ വരെയുള്ള 50 വർഷത്തെ അരനൂറ്റാണ്ട് കാലത്തെ നോവൽ എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു വളർച്ച എന്ന് പറയുന്നത്, ഒരു വളർച്ചയുടെ ഒരു ഗ്രാഫൊക്കെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 ദശകങ്ങൾക്കകത്ത് ഉണ്ടായ മൊത്തം നോവലുകളുടെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ നോവലുകളാണ് അതിന് ശേഷം ഉണ്ടാവുന്നത്. 60-കൾക്ക് ശേഷമൊക്കെ ഈ നോവലിനകത്ത് വലിയ വിപ്ലവം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 80-കളുടെ ഇതുവരെയും നോവൽ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം, അതിന്റെ ക്വാണ്ടിറ്റിയിൽ മാത്രമല്ല, അതിന്റെ മലയാള നോവൽ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മലയാള നോവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ വരുന്ന ഒരു ഘട്ടമാണ്. മലയാള നോവലുകളുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു സന്ദർഭമാണ് എന്ന് മാത്രമല്ല, കേസിലേക്ക് വിഭാവനം ചെയ്തതുപോലെ നമ്മുടെ സാഹിത്യ വ്യവഹാരത്തിന്റെ കേന്ദ്രത്തിനകത്തേക്ക് ഈ പറയുന്ന നോവൽ എന്ന് പറയുന്ന ഒരു ആഖ്യാന രൂപം ഉണ്ടായി വരുന്നു. നമ്മുടെ സാക്ഷരത അല്ലെങ്കിൽ കേരളത്തിന്റെ ലിറ്ററസിയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഈ പറയുന്ന ഒരു ലിറ്റററി പബ്ലിക് സ്പിയർ എന്ന് പറയാവുന്ന ഒരു സാഹിതീയ പൊതുമണ്ഡലം രൂപപ്പെടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായത് ഈ നോവലാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ആ അർത്ഥത്തില് മലയാള നോവലിന് അങ്ങനത്തെ വലിയൊരു വളർച്ചയുടെ ഒരു ഘട്ടമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നത്. പിന്നീട് 2000-ക്ക് ശേഷമാണ് ആ രീതിയിലുള്ള ഒരു മാറ്റം നോവൽ വിപണിയുമായി ബന്ധപ്പെട്ട് പിന്നീട് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഒരു നോവലിന്റെ ചരിത്രമാണ് നമ്മൾ സാമാന്യമായിട്ട് പരിചയപ്പെടുന്നത്. നമ്മൾ നേരത്തെ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചതിന്റെ ഒരു റീക്യാപ്പിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ നവോത്ഥാനത്തിലേക്ക് എത്തുന്ന ഒരു നോവലിന്റെ ഘട്ടത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പൊ അതിനകത്ത് നമ്മൾ കുറെ ചോദ്യങ്ങളൊക്കെ ആ സമയത്തിന്റെ പരിമിതി കൊണ്ട് നമ്മൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളിൽ തന്നെ തുടങ്ങാൻ തോന്നുന്നു ഒരു റീകാർഡ് എന്ന രീതിയിൽ. അതിൽ നിന്ന് നമുക്ക് ഈ നോവലിന്റെ ചരിത്രത്തിലേക്ക് വരാം. ഒരു കെട്ടു പഴങ്കഥ എന്ന് സ്വന്തം കൃതിയെ വിശേഷിപ്പിച്ചത് ഏത് എഴുത്തുകാരനാണ് എന്നുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഇത് ഇത്തരം പഴങ്കഥകളുടെ ഒരു ആഖ്യാനം എന്ന് പറയുന്നത് പിന്നീട് നമ്മുടെ നോവലിലേക്ക് സംഭവിക്കുന്നത് ആധുനികതയുടെ ഒരു അപരാഹ്നത്തിലാണ് എന്ന് നമുക്കറിയാം. ആധുനികതയുടെ ഒരു അപരാഹ്നത്തിലാണ് അത്തരം ചില കഥാഖ്യാനങ്ങളൊക്കെ വരുന്നത്. പിന്നീട് ആധുനികാനന്തരതയുടെ ഒരു സവിശേഷമായിട്ടുള്ള ആഖ്യാന പദ്ധതിയായിട്ട് തന്നെ ഈ പഴംപുരാണങ്ങളുടെ ആഖ്യാനം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആധുനികതയുടെ ഒരു ആധുനികതാവാദ കാലത്ത് തന്നെ ഇപ്പൊ യു എ ഖാദറിനെയൊക്കെ പോലെയുള്ള പല നോവലിസ്റ്റുകളും അല്ലെങ്കിൽ കോവിലൻ തന്നെ അതൊരു തോറ്റങ്ങളിലൊക്കെ അതൊരു ആഖ്യാന ഒരു തന്ത്രമായിട്ടൊക്കെ അത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു കെട്ടു പഴങ്കഥ എന്ന് സ്വന്തം കൃതിയെ വിശേഷിപ്പിച്ചത് ഏത് എഴുത്തുകാരനാണ് എന്നാണ് ചോദ്യം, അല്ലെ? നമുക്ക് ഭൂതരായ എന്ന് പറയുന്ന അല്ലെ അപ്പം തമ്പുരാൻ ഭൂതരായരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായമാണത്. അത് ഈ മിത്തുകളും പഴങ്കഥകളും ഒക്കെ ഒരു സവിശേഷമായ ആഖ്യാന തന്ത്രമാവുന്നത് നമ്മൾ ഈ പറയുന്ന അത്യന്താധുനികത എന്നൊരു കാലത്ത് വിളിച്ച ആധുനികതാവാദ സാഹിത്യ കാലഘട്ടത്തിൽ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് ഓർമ്മയുണ്ടാവണം. മലയാളത്തിലെ പുലയരുടെ സങ്കടാവസ്ഥ ഓർത്ത് ഈ പുസ്തകം എഴുതാൻ ഇടവന്നതാണ്. ഏത് പുസ്തകത്തെ പറ്റിയാണ് എന്നാണ് അല്ലെ? അതിന്റെ ഉത്തരവ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. അതൊക്കെ ഓർമ്മയുണ്ടോ? സരസ്വതി വിജയം. ഓക്കെ, സരസ്വതി വിജയമാണ് ഉത്തരം എന്ന് നമുക്കറിയാം. ഈ ഒരു ചോദ്യം ഇവിടെ ഈ ഒരു ഉന്നതൊരു ഖണ്ഡത്തിനകത്ത് പ്രസക്തമാവുന്നത് ഈ പുലയനും മറ്റുമൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അടിസ്ഥാന വർഗത്തിന്റെ ആഖ്യാനം കഴിഞ്ഞ ഒരു ഖണ്ഡത്തിനകത്ത് നമ്മൾ പറയണ്ടായി. പക്ഷെ നോവൽ എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് ക്രമേണ വ്യക്തിയിലേക്ക് വരികയും വ്യക്തിയും സമൂഹവും തമ്മിലുള്ള സംഘർഷങ്ങളിലേക്ക് വരികയും വർഗ സ്വഭാവമുള്ള വർഗപ്രാതിനിധ്യമുള്ള ഈ പറയുന്ന ടൈപ്പ് ചെയ്യപ്പെടുന്ന കഥാപാത്രങ്ങളൊക്കെ നോവലിൽ നിന്ന് മെല്ലെ മെല്ലെ മാഞ്ഞു പോവുകയും ചെയ്യുന്ന ഈ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു ഘട്ടത്തിനകത്ത് സംഭവിച്ചൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു കീഴാള സമൂഹത്തിന്റെ ജീവിതാഖ്യാനങ്ങൾ വലിയ അളവിൽ കുറയുന്നു എന്നുള്ളതാണ്. അപൂർവമായിട്ട് വത്സരയുടെ രചനകളിലാണ് ഇത് വരുന്നത്. ആധുനികതാവാദമാകുമ്പോഴേക്കും അത്യന്താധുനികതയുടെ ഒരു അല്ലെങ്കിൽ മോഡേണിസത്തിന്റെ ഏറ്റവും വലിയ ഒരു പരിമിതിയായിട്ടും അല്ലെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ വിമർശനമായിട്ട് നമ്മൾ ഉന്നയിക്കുന്നതും അങ്ങനെയുള്ള അതൊരു ഈ പറയുന്ന ഒരു വരേണ്യവർഗത്തിന്റെ സാഹിത്യം മാത്രമായിട്ട് വരേണ്യവർഗ ബുദ്ധിജീവികളുടെ ഒരു
വ്യവഹാര പദ്ധതിയായിട്ട് ഈ പറയുന്ന സോക്കാൾഡ് മോഡേണിസം അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ അത്യന്താധുനിക നോവലുകളും അല്ലെങ്കിൽ കഥകളും മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ്. അപ്പൊ അതാണ് 90കളിലൊക്കെ വരുന്ന നവസംസ്കാര പഠനങ്ങളുടെ ഭാഗമായിട്ടൊക്കെ വരുന്ന ക്രിട്ടിക്കൽ തിയറിയുടെ ഭാഗമായിട്ടൊക്കെ സ്ത്രീയും അതുപോലെ തന്നെ സ്ത്രീ കീഴാള സ്ഥലങ്ങളെ അല്ലെങ്കിൽ അതിന്റെ കർത്തൃത്വ സ്ഥാനങ്ങളെ അഭിമുഖീകരിക്കാത്ത ആഖ്യാനങ്ങളായിരുന്നു ഈ ആധുനികതാവാദ കാലത്ത് ഉണ്ടായിരുന്നത് എന്ന് കേരളത്തിലെ ആധുനികതാവാദകാല നോവലുകൾക്കെതിരായിട്ട് അല്ലെങ്കിൽ സാഹിത്യത്തിനെതിരായ ഒരു പ്രധാനപ്പെട്ട ഒരു വിമർശനം കൂടിയാണ് എന്നുള്ള ഒരു ഓർമ്മയുണ്ടാവണം. പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് നിങ്ങൾക്ക് അറിയാവുന്ന മറ്റേ ഉത്തരം തന്നെയാണ് അല്ലെ? ഏതാണത്? ഇന്ദുലേഖയാണ് അല്ലെ? ഇപ്പൊ ഈ ആധുനികതാവാദവുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിനെ ചർച്ച ചെയ്യുന്ന സമയത്ത് ആധുനികതാവാദത്തിനെതിരായ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മോഡേണിസം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിനെതിരായ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് അത് ഈ പാശ്ചാത്യമായ, പ്രത്യേകിച്ച് ഫ്രഞ്ച് എക്സിസ്റ്റൻഷ്യലിസ്റ്റ് പദ്ധതികളെയും മറ്റൊക്കെ പാശ്ചാത്യമായ ഈ പറയുന്ന ദർശനങ്ങളെ അന്ധമായി പിന്തുടരുന്നു എന്നും അതിന്റെ കഥാസന്ദർഭങ്ങളെയോ അല്ലെങ്കിൽ പ്രമേയങ്ങളെ അതേപോലെ എടുക്കുന്നു എന്നുള്ളത് നമുക്ക് കാക്കനാടിനെതിരെയും അതുപോലെ എം മുകുന്ദനെതിരെയൊക്കെ ഉള്ളൊരു പ്രധാനപ്പെട്ട ആരോപണമായിട്ട് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു പാശ്ചാത്യ സാഹിത്യ പദ്ധതിയെ ഒരു ഇറക്കുമതി സാഹിത്യമായിട്ട് അതിനെ കാണുന്ന ഒരു രീതി കൂടി ഈ മോഡേണിസത്തിലുണ്ട്, മോഡേണിസത്തിലുള്ള നമ്മുടെ സമീപനത്തിലുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. മറ്റൊന്ന് റിയലിസത്തിന്റെ ഒരു ധാരയാണ്. റിയലിസത്തിന്റെ ഒരു ധാര ഒരു പക്ഷേ നമ്മുടെ കവിതയ്ക്കകത്ത് വളരെ ദുർബലമായിട്ടാണ് ഇടശ്ശേരിയൊക്കെ റിയലിസ്റ്റിക് ആയിട്ടൊക്കെ കണ്ടിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ ഒരു കാവ്യ അല്ലെങ്കിൽ എൻ വി കൃഷ്ണവാര്യരെ അങ്ങനെയൊക്കെ പ്ലേസ് ചെയ്യുന്ന ചില രീതികൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പൊതുവെ ഒരു കാവ്യ ചരിത്രത്തിനകത്ത് റിയലിസം എന്ന് പറയുന്ന ഒരു സവിശേഷമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ അതിന്റെ ഒരു രചനാ രീതിയോ നമ്മുടെ കവിതയെ കാര്യമായിട്ട് സ്പർശിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. അത് മുഴുവൻ സംഭവിച്ചില്ല നമ്മുടെ നോവലും അല്ലെങ്കിൽ ഫിക്ഷനിലുമാണ്. അതിന്റെ ഒരു വലിയൊരു കാലമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അത് ഒരു പക്ഷെ ആ റിയലിസത്തിന്റെ ഒരു ആദ്യത്തെ സംഭവപ്രധാനമായിട്ടുള്ള ആദ്യകാല നോവലുകളിൽ നിന്ന് നവോത്ഥാനകാല നോവലുകളിലേക്ക് വരുമ്പോഴാണ് റിയലിസത്തിന്റെ ഒരു വലിയ പ്രഭാവം ഉണ്ടാവുന്നത് നമുക്കറിയാം. പക്ഷെ അതിനു മുമ്പ് തന്നെ ഒരു റിയലിസത്തിന്റെ ആദ്യ കിരണമായിട്ട് നമ്മൾ കാണുന്ന ഒരു കൃതിയുണ്ട്. അത് ഏതാണ് കൃതി എന്ന് അറിയാവോ? ധൂമകേതുവിന്റെ ഉദയം. ധൂമകേതുവിന്റെ വിജയം. ധൂമകേതുവിന്റെ ഉദയം അല്ലെ, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് ധൂമകേതുവിന്റെ ഉദയം എന്ന് പറഞ്ഞ പഠിക്കണം. ആ നോവലിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കേണ്ടത് റിയലിസത്തിന്റെ ഒരു ആദ്യ റിയലിസ്റ്റിക് നോവലായിട്ടൊക്കെ പരിഗണിക്കപ്പെടുന്ന ഒരു നോവലാണ്. ഈ റിയലിസം എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് എതിരായിരുന്നു, രണ്ടു തരത്തിലെതിരായിരുന്നു ഒരു അർത്ഥത്തിൽ ഈ പറയുന്ന കാൽപ്പനികതയുടെ ഒരു ഘട്ടവും അതിനുശേഷം വരുന്ന യഥാർത്ഥത്തിൽ ഒരു ഡെഡ് അഗനിസ്റ്റ് ആയിട്ട് വരുന്നത് ആധുനികതാവാദകാലമാണ്. കാരണം റിയലിസം എന്ന് പറയുന്നത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയില്ലെന്നും അല്ലെങ്കിൽ റിയലിസം സാഹിത്യമല്ല എന്നും അവതരിപ്പിക്കപ്പെടുന്നൊന്നും യഥാർത്ഥമായ കാര്യങ്ങളല്ല എന്നുള്ള ഒരു കടുത്ത നിലപാട് പൊതുവെ ആധുനികതാവാദ സാഹിത്യകാരന്മാർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. അവർ ഒരേ സമയം റൊമാൻറ്റിസത്തെയും അതേസമയം തന്നെ റിയലിസത്തെയും പ്രതിരോധിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ആധുനികതാവാദം ഉണ്ടാവുന്നത് എന്ന്. ഓക്കെ, അപ്പോൾ തൊട്ടു മുമ്പുള്ള പ്രസ്ഥാനങ്ങളെയോ പ്രവണതകളെയോ ഒന്ന് തള്ളി മാറ്റിക്കൊണ്ടാണ് ഒരു പുതിയ പ്രസ്ഥാനം പദ്ധതി ഉണ്ടാവുന്നത് എന്നാണ് ചരിത്രപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, തകഴിയുടെ ആദ്യ നോവൽ ഏതാ എന്നുള്ള ഒരു ചോദ്യം അല്ലെ, അത് നിങ്ങൾക്ക് അറിയാം. തൊട്ടിയുടെ മകൻ എന്ന് പറയുന്ന ഒരു നോവലാണ്. ഈ കാലഘട്ടത്തിലെ നോവലുകളുടെ സവിശേഷതയെ കുറിച്ച് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. ഈ പറയുന്ന അടിസ്ഥാന വർഗ അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന്റെ അന്ന് രൂപം കൊണ്ടുവന്നിരുന്ന ഒരു എന്താ പറയാ ആധുനിക കേരളത്തിനകത്തുള്ള പുതിയ തൊഴിൽ കൂട്ടങ്ങളെ അല്ലെങ്കിൽ അതിന്റെ തൊഴിൽ പരിസരങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഈ പറയുന്ന നവോത്ഥാനകാല നോവലുകളൊക്കെ ഉണ്ടാവുന്നതെങ്കിൽ അതിനുശേഷം വരുന്ന നോവലുകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധ്യവർഗ ഉപരിവർഗ, പ്രത്യേകിച്ച് മധ്യവർഗത്തിന്റെ അവരുടെ പലായനങ്ങളുടെയും പ്രവാസത്തിന്റെയും അവരുടെ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ക്ലർക്കുമാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബ്യൂറോക്രാറ്റിക് ജീവിതങ്ങൾ ആണ് പ്രധാനമായിട്ട് നഗരകേന്ദ്രിതമായിട്ടുള്ള അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദവുമായി ബന്ധപ്പെട്ടുള്ള നോവലുകൾ. മലയാറ്റൂരിന്റെയും വാസുവിന്റെയും ഒക്കെ നോവലുകൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഇവിടെ ഇടക്കാലത്ത് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ ഒരു മിഡിൽ ക്ലാസ് കമ്മ്യൂണിറ്റിയുടെ ഒരു മധ്യവർഗ എന്താ പറയാ
ഒരു ഭാവന വളരെ ശക്തമായിട്ട് ഈ പറയുന്ന നമ്മൾ ഇനി പറയാൻ പോകുന്ന ഘട്ടത്തിൽ അവിടെ ഉണ്ടാവും. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് ഈ അടിസ്ഥാന വർഗത്തിന്റെ അല്ലെങ്കിൽ അത്തരം ഒരു എന്താ പറയാ അത്തരം അവതരണങ്ങളൊക്കെ നമ്മുടെ നോവലിൽ നിന്ന് ക്രമേണ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടാവുന്നുണ്ട്. ഈ രണ്ട് ഘട്ടങ്ങളെയും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതും നമുക്ക് ആക്ഷേപഹാസ്യം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ നോവലിനകത്ത് നമ്മുടെ ചെറുകഥകളിൽ പ്രത്യേകിച്ചും ആദ്യകാലത്തെ മിഡിൽസുകളായി പ്രത്യക്ഷപ്പെട്ടിരുന്ന നമ്മുടെ കഥകൾക്കകത്തൊക്കെ ഹാസ്യമാണ് പ്രധാനപ്പെട്ട സാധനം. റീഡബിലിറ്റിയുമായി ബന്ധപ്പെട്ട് ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത് ഒരു സങ്കേതമായിട്ട് നമ്മുടെ സാഹിത്യ വ്യവഹാരങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ട് കേരളത്തിനകത്തുണ്ടായിരുന്നു. സഞ്ജയനെ പോലുള്ള ആളുകളൊക്കെ ഈ പറയുന്ന മലയാളിയുടെ ഈ പറയുന്ന ഒരു ജനിതകമായിട്ട് തന്നെ പല ആളുകളും ഈ പറയുന്ന ഹാസ്യം എന്ന് പറയുന്ന കാര്യത്തെ എടുത്തു കാണിക്കുന്നുണ്ട് നമുക്കറിയാം. അപ്പൊ ഈ ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത് ഒരു രചനാതന്ത്രമായിട്ട് നമ്മുടെ സാഹിത്യാഖ്യാനങ്ങൾ അത് കഥയിലും നോവലിലും മാത്രമല്ല കവിതയിലുണ്ട് എന്ന് പറയാം. ഇപ്പൊ മലയാളത്തിൽ ആദ്യത്തെ ആക്ഷേപഹാസ്യ നോവൽ എന്ന് അറിയപ്പെടുന്ന നോവൽ ഏതാണ് എന്നുള്ളതാണ് അല്ലെ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു സംഗതി തന്നെയാണ് അല്ലെ. അത് പറങ്ങോടി പരിണയം എന്ന് പറയുന്ന നോവലാണ്. ഈ നോവൽ രചനകളെ മുഴുവൻ കളിയാക്കിക്കൊണ്ടുള്ള ഒരു സംഗതി ഉണ്ടാവുന്നത്. ഈ ആക്ഷേപഹാസ്യം എന്ന് പറയുന്ന സവിശേഷമായ ഒരു രചനാതന്ത്രം വലിയ മേൽക്കൈ നേടുന്ന ഒരു ഘട്ടമാണ് ആധുനികതാവാദ കാലഘട്ടം എന്ന് നമുക്ക് അറിയാം. അത് ഒ വി വിജയന്റെ രചനകളിലായാലും എം പി നാരായണപിള്ള രചനകളിലായാലും കഥകളിലാണെങ്കിൽ പട്ടത്തുപിള്ള അടക്കമുള്ള എല്ലാ കഥാകാരന്മാർക്കകത്ത് വളരെ പ്രബലമായിട്ട് സുകുമാരനൊക്കെ കഥകളിൽ ഈ സ്ഥാനം കാണാൻ കഴിയും. നോവലുകളിൽ അതിന്റെ ഏറ്റവും വലിയ ഒരു ടവറിംഗ് ഫിഗർ അല്ലെങ്കിൽ അതിന്റെ ഒരു ഏറ്റവും ഒരു മൂർത്തീകരണം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയാവുന്ന വി കെ എന്നാണ്. ഇപ്പൊ വി കെ എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റാണ് ഒരുപക്ഷെ ഈ ആക്ഷേപഹാസ്യം എന്ന് പറയുന്ന ഒരു സവിശേഷമായൊരു മറ്റേ രചനാതന്ത്രത്തെ നോവലിന്റെ ആഖ്യാന ഘടന തന്നെയാക്കി മാറ്റിയത് എന്നുള്ള, നോവലിന്റെ ഒരു ഭാഷയാക്കി അതിനെ മാറ്റുക എന്നുള്ള, തന്റെ തന്നെ വാക്കുകളെ അല്ലെങ്കിൽ തന്റെ തന്നെ വാക്യങ്ങളെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന പലതരം ആഖ്യാന ശകലങ്ങളെ അല്ലെങ്കിൽ പഴയ നോവലുകളിലെയോ അല്ലെങ്കിൽ കവിതകളിലെയോ അല്ലെങ്കിൽ നമ്മുടെ പറച്ചിലുകളിലെയോ ഒക്കെയുള്ള ചില വെർബൽ സംഗതികളെ കട്ടറൻസസിനെയൊക്കെ ആക്ഷേപഹാസ്യത്തോടെ അല്ലെങ്കിൽ തിരിച്ചിട്ട് പറയുക അങ്ങനെയുള്ള പലതരം രചനാതന്ത്രങ്ങൾ വി കെ എടുക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ ആക്ഷേപഹാസ്യം എന്ന് പറയുന്ന ഒരു സവിശേഷമായ ഒരു രചനാതന്ത്രം ഈ ആധുനികതാവാദത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സങ്കേതമായിരുന്നു. അത് ലോകവ്യാപകമായിട്ട് തന്നെ അതായിരുന്നു. ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറയുന്ന കറുത്ത ഹാസ്യം എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പാരഡി അല്ലെ. പാരഡിയും പാസ്റ്റേഷനും തമ്മിലൊരു വ്യത്യാസത്തെ കുറിച്ച് പറയുമ്പോൾ കൾച്ചർ ഓഫ് പാസ്റ്റേഷനിലൊക്കെ പറയുന്നത് പോലെ ആധുനികാനന്തരതയാകുമ്പോഴേക്കും പാരഡിയിൽ നിന്ന് ക്രമേണ അതായത് ഈ പറയുന്ന ഹാസ്യം അല്ലെങ്കിൽ ചോർത്തിക്കളഞ്ഞ ചിരി ആയിട്ട് അല്ലെങ്കിൽ അനുകരണമായുള്ള പാസ്റ്റേഷ്യയിലേക്കുള്ളൊരു മാറ്റം ഒക്കെ ഉണ്ടാവുന്നുണ്ട് നമുക്കറിയാം. എന്തായാലും ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് മലയാള നോവൽ ഈ ഒരു നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വികാസ ഒരു ഘട്ടം എന്ന് പറയുന്നത് 50 വർഷത്തെ ഈ ഘട്ടം എന്ന് പറയുന്നത് അതിന്റെ തൊട്ടു മുമ്പുള്ള ഘട്ടത്തിൽ നിന്ന് കുറെ ഊർജം എടുക്കുകയും അതോടൊപ്പം തന്നെ അതിന്റെ പ്രമേയപരമായിട്ടും അല്ലെങ്കിൽ ഇതിവൃത്തപരമായിട്ടും സ്ഥലപരമായിട്ടും സ്ഥലപരമായിട്ടും ഏറ്റവും പ്രധാനമായിട്ടും ആഖ്യാനപരമായിട്ടും അതിന്റെ ഒരു ഇന്നലകളെ മുഴുവൻ നിഷേധിച്ചുകൊണ്ടാണ് ഈ ഘട്ടങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ചോദ്യത്തിന്റെ ഉത്തരവ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ. ശൈശവത്തിൽ നിന്ന് യൗവനത്തിലേക്കുള്ളതാണ് എന്ന്. ഓക്കെ, ഈ ചോദ്യവും വളരെ ശ്രദ്ധേയമാണ്. ഒരു പക്ഷേ ആധുനികതയ്ക്ക് മുമ്പ് പിറന്നു വീണ ഒരു ആധുനികതയുടെ അല്ലെങ്കിൽ പലതരം എലമെന്റ്സ് ഉള്ള ഒരു വിക്ഷോഭകരമായ അന്തരീക്ഷമുള്ള ഒരു നോവൽ എന്ന രീതിയിൽ അല്ലെ. ഞാനൊന്ന് ചോദിക്കട്ടെ ഈശ്വരനുണ്ടോ എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭാഷണമൊക്കെ ഉള്ളതും മാത്രമല്ല ആ ഒരു നോവലിനെ അന്നത്തെ ഭാവുകത്വം എങ്ങനെയാണ്, സാമ്പ്രദായിക ഭാവുകത്വം എങ്ങനെയാണ് നേരിട്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം അല്ലെ. ബഷീറിന്റെ ശബ്ദങ്ങളാണ്. എസ് കുട്ടനായരൊക്കെ അതിനെതിരെ ഭയങ്കര ഭീകരമായിട്ട് ആക്രമിച്ചതിന്റെ ചില സംഗതികളൊക്കെ അറിയാം. അതൊക്കെ ഒരു ഈ ഭരണിപ്പാട്ടാണെന്നുള്ള രീതിയിലൊക്കെയുള്ള സമീപനങ്ങൾ ഉണ്ടായിരുന്നു എന്നറിയാം. പക്ഷെ അത് നമ്മളിനി പറയാൻ പോകുന്ന ആധുനികതാവാദ കാലമാവുമ്പോഴേക്കും ധർമ്മപുരാണത്തിനെതിരെയൊക്കെയുള്ള വലിയ ഒരു വിമർശനമായിട്ട് വരുന്നതും ഇതേ അക്രമാസക്തമായ ഭാഷ അല്ലെങ്കിൽ അശ്ലീലം എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വലിയ നിഷേധങ്ങൾ വളരെ ശക്തമായിട്ട് അവതരിപ്പിക്കുക, ഇങ്ങനെയുള്ള പല സംഗതികളുടെയും ഒരു ബീജം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബഷീർ ആധുനികതാവാദ കാലത്തേക്ക് തന്നെ നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയാവുന്ന റൈറ്റർ ആണെന്നൊക്കെ പറയുന്നത് ഈ ശബ്ദങ്ങളെ പോലുള്ള ചില കൃതികളെ മുൻനിർത്തിയാണ്. ഓക്കെ, താക്കറയുടെ വാനിറ്റി ഫെയർ പോലെ ഇന്ദുലേഖയും നായകനില്ലാത്ത നോവലാണ് എന്നുള്ള അഭിപ്രായം ആരുടേതാണ് എന്നുള്ളതാണ് അല്ലേ.
അറിയാവോ? സഞ്ജയൻ. വില്യം താക്കറെ വാനിറ്റി ഫെയർ എന്ന് പറയുന്ന അല്ലെ, അതൊരു ഈ പറയുന്ന നെപ്പോളിയൻ യുദ്ധകാലത്തിന് ശേഷം ഈ പറയുന്ന ഒരു കുടുംബത്തിന്റെ ജീവിത കഥ പറയുന്ന ഒരു ബൃഹത്തായ ഒരു കൃതിയാണ് അല്ലെ. 10-20 ഭാഗങ്ങളൊക്കെ ഉള്ള വലിയൊരു കൃതിയാണ്. അപ്പൊ അതുപോലെയാണ് എന്തിലേക്കും നായകനില്ലാത്ത ഒരു നോവലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് എന്നുള്ളതാണ്. അറിയാവോ? ഓക്കെ, സഞ്ജയനാണ് ഉത്തരം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ആനന്ദിന്റെയൊക്കെ നോവലുകളിലേക്ക് എത്തുമ്പോഴേക്കും, പ്രത്യേകിച്ച് മരണ സർട്ടിഫിക്കറ്റ് പോലുള്ള നോവലുകളൊക്കെ എത്തുമ്പോഴേക്കും ഫിക്ഷൻ എന്ന് പറയുന്ന സവിശേഷമായ രൂപത്തെ തന്നെ വളരെ പ്രശ്നവൽക്കരിക്കുന്ന രീതി അത് ഈ പറയുന്ന ആധുനികതാവാദ കാലത്ത് വളരെ ശക്തമാണ്. അപ്പൊ നോവൽ എന്ന് പറയുന്ന ഒരു സംഗതിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലക്ഷണഗ്രന്ഥം 1930-ലാണ് ഈ ലക്ഷണഗ്രന്ഥം ഉണ്ടാവുന്നത് മലയാളത്തിൽ അല്ലെ. ഈ നോവൽ സാഹിത്യം എന്ന പോളിന്റെ പുസ്തകം ഉണ്ടായതിനു ശേഷമാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയണ്ടേ. അപ്പൊ അതിനകത്തുള്ള ഈ കഥാവസ്തു എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ സ്ഥലം, കാലം, അതിനെ വെച്ചിട്ടുള്ള ലക്ഷണങ്ങളെയൊക്കെ മറികടക്കുന്ന തരത്തിൽ ഈ നോവലിനെ വേറൊരു ആഖ്യാന പദ്ധതിയാക്കിയിട്ടൊക്കെ വികസിപ്പിക്കുന്ന നോവലുകൾ ഉണ്ടാവുന്നത് ഈ പറയുന്ന 60-കൾക്ക് ശേഷം ഉണ്ടാവുന്ന നമ്മളിന്ന് പറയാൻ പോകുന്ന നോവലുകളിലാണ്. അപ്പൊ അവിടെ നമുക്ക് പേരുകളൊന്നുമില്ലാത്ത, ഒരു കഥാപാത്രത്തിനും പേരില്ലാത്ത നോവൽ ആ സമയത്ത് ഉണ്ടാവുന്നത് അല്ലെ. അതിനൊക്കെ ഈ പറയുന്ന പ്ലേഗൊക്കെ പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പുറത്തു നിന്നുള്ള കാഫ്കയും കാമുവിനെയൊക്കെ പോലെയുള്ള എഴുത്തുകാരുടെ ആധുനികതാവാദ കാല രചനകളുടെ സ്വാധീനമുണ്ട് എന്നത് ശരിയാണ്. പക്ഷെ ഈ പറയുന്ന എന്താ പറയാ ഒരു പ്രത്യേകത, ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളതിന്റെ ഒരു പ്രത്യേകത വളരെ പ്രത്യക്ഷമായിട്ട് വരുന്നത് ഈ പറഞ്ഞ ആധുനികതാവാദ കാലത്താണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, കയർ എന്ന് പറയുന്ന നോവലുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു അഭിപ്രായമാണ് അല്ലെ. അതൊരു കയറിനെ കുറിച്ചിട്ടുള്ള അത്ര ഗുണകരമല്ലാത്തൊരു അഭിപ്രായം കൂടിയാണ് അത് അല്ലെ. ഈ അഭിപ്രായം ആരാണ് പറഞ്ഞത് എന്നാണ്. അയ്യപ്പ പണിക്കറിനും അച്യുതമേനോനും പി.കെ. ഭാഷനും വായിക്കാനും അല്ലെ ശ്രീകണ്ഠൻ നായർക്ക് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യാനും മാത്രമാണെന്ന് ആക്ഷേപിച്ച് പറയാൻ തക്കമുള്ള സർവ്വസാധാരണത്വം അതിന് വന്നു പോയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെ. ആ കയറിനെ നമ്മൾ ഈ പറയുന്ന അത് വന്ന കാലത്തോ ആധുനികതാവാദ കാലത്തോ നമ്മൾ അങ്ങനെ കാര്യമായി വായിച്ച കൃതിയല്ല. അതിനൊക്കെ ശേഷം ഇപ്പോഴാണ് തകഴിയെ വീണ്ടെടുക്കുക എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോൾ കയർ ഒരു പ്രധാനപ്പെട്ട വാക്കായിട്ട് വരുന്നത്. ആ കാലഘട്ടത്തിലെ ഭാവുകത്വം എന്ന് പറയുന്നത് കയറിനെ പോലെ നോവലിനെ ഉൾക്കൊള്ളാവുന്ന ഒരു ഭാവുകത്വം ആയിരുന്നില്ല എന്ന് പറയാം അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എം കൃഷ്ണൻ നായർ സാഹിത്യ വാരബലത്തിൽ ഈ പറയുന്ന എന്താ പറയാ ഈ കയർ എന്ന് പറയുന്നത് ഇങ്ങനെ എന്താ പറയാ കയറിനെ കുറിച്ച് അദ്ദേഹം അവിടെ പറയുന്നത് ഈ പി.കെ. ബാലകൃഷ്ണനുമായിട്ട് താൻ ഇങ്ങനെ സംസാരിച്ചപ്പോ ഈ പറയുന്ന ഇവോ ആൻഡ്രിച്ച് എന്ന് പറയുന്ന എഴുത്തുകാരന്റെ ട്രീന നദിയിലെ പാലം പോലെയാണ് ഈ കയർ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് മറ്റേ എം കൃഷ്ണനായുടെ ഒരു പതിവ് രീതിയിൽ തന്നെ ആ വിശ്വസാഹിത്യം അവിടെ കിടക്കുന്നു, ഈ പറയുന്ന പൊട്ടക്കയർ അവിടെ കിടക്കുന്നു എന്നുള്ള രീതി താരതമ്യമൊക്കെയാണ് അദ്ദേഹം നടത്തുന്നത്. അപ്പൊ ഇവിടെ ഈ പറയുന്ന സാധാരണത്വം എന്ന് പറയുന്നത് ഒരു നോവലിന്റെ ഗുണമല്ല എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്, ഈ കാഴ്ചപ്പാട് വളരെ പ്രബലമാവുന്ന ഒരു ഘട്ടം കൂടിയാണ് നമ്മളിപ്പോ പറയാൻ പോകുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് ഈ ആധുനികതാവാദ കാലഘട്ടം എന്ന് പറയുന്നത്. പക്ഷെ അതിന് സമാന്തരമായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയാവുന്നത് സാധാരണത്വം ഈ പറഞ്ഞ മുഖ്യ ഗുണമായി വരുന്ന വലിയ നോവലുകളുടെ ഒരു കടന്നുവരവും ആ നോവൽ എന്താ പറയാ വായനയുടെ ഒരു സംസ്കാരം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അത് വേറൊരു പ്ലെയിനിലാണ് ഉണ്ടാവുന്നത്. അങ്ങനെ രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിലുള്ള രണ്ടു തരം നോവൽ വായനകളുടെ ഒരു കാലമാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന 50 കൊല്ലക്കാലത്ത് ഈ ഒരു ചരിത്രത്തിനകത്തുള്ളത്. അത് മലയാള നോവലിന്റെ ഈ വായന ഒരു ഘട്ടത്തിൽ ഈ ഒരു വായനാ സമൂഹത്തെ രണ്ടാക്കി പിളർത്തിയ ഒരു കാലം കൂടിയാണെന്ന് പറയാം. പ്രത്യേകിച്ച് നമുക്ക് ഈ പറയുന്ന അന്നത്തെ ഈ ലിറ്ററസിയിലേക്ക് അല്ലെങ്കിൽ സാക്ഷരത്വം നവസാക്ഷരരായിട്ട് വരുന്ന ആളുകളുടെ വായനാ വിഭവങ്ങളായിട്ട് നോവൽ മാറുകയും നോവലിന് വലിയ രീതിയിലൊരു വായനാ സമൂഹം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറയണ്ടേ. പക്ഷെ ആ ഒരു ഘട്ടം പിന്നീട് 60-കളാവുമ്പോഴേക്കും പിന്നീട് വരുന്ന ഈ നോവലുകൾ വളരെ പരീക്ഷണാത്മകമാവുകയും അത് ഭയങ്കര ദുർഗ്രഹമാവുകയും അത് സാധാരണക്കാരുടെ അല്ലെങ്കിൽ സാധാരണ വായനക്കാരിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നോവൽ എന്ന് പറയുന്നത് വളരെ ധൈഷണികമായ ഒരു സാധനമായിരിക്കണം, ഇന്റലക്ച്വൽ ഡിസ്കോഴ്സ് ആണ് എന്നുള്ള രീതിയിൽ നോവലിനെ അങ്ങനെ കൊണ്ടു നടക്കുകയും അതിനകത്ത് ഈ പറയുന്ന ജനകീയത ജനപ്രിയത എന്നൊക്കെ പറയുന്നത് നോവലിന് വേണ്ടാത്ത സംഗതികളാണ്, മോശപ്പെട്ട എന്തോ ഒരു സംഗതിയാണ് എന്ന്
പറയണ്ടായി. എന്ന് വിചാരിക്കുന്ന ഒരു തരം എന്താ പറയാ ഭാവുകത്വമാണ് ആധുനികതാവാദകാല ഭാവുകത്വം വലിയ അളവിലുണ്ടായിരുന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ അതിന് പുറത്ത് വലിയ രീതിയിൽ മുട്ടത്തുവർക്കിയിൽ നിന്ന് തുടങ്ങുന്ന ഒരു ജനപ്രിയ സാഹിത്യത്തിന്റെ ഒരു വലിയ ധാര ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുകയും അങ്ങനെ ധാരാളം നോവലുകൾ ഉണ്ടാകും, അതിന് വായനക്കാരുണ്ടാവുകയും, പക്ഷെ നമ്മുടെ സാഹിത്യ ചരിത്രങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ സാഹിത്യ വ്യവഹാരങ്ങൾക്കകത്തെയോ അതിനെ ഒന്നും സാഹിത്യമേ ആയി പരിഗണിക്കാത്തൊരു ഘട്ടം ഉണ്ടാവും. അപ്പൊ നമുക്ക് പക്ഷെ എന്നറിയാം, ഒരു ആധുനികാനന്തര ഘട്ടത്തിനകത്താണ് നമ്മൾ ജനപ്രിയ സാഹിത്യം എന്ന് പറയുന്ന സാഹിത്യത്തെ ഐഡന്റിഫൈ ചെയ്യുകയും ആ കാലഘട്ടത്തിൽ മുട്ടത്തുവർക്കി അടക്കമുള്ള നോവലിസ്റ്റുകളെ നമ്മൾ ഇന്ന് വീണ്ടും വായിക്കുകയും ചെയ്യുന്ന ഒരു കാലം ഉണ്ടാകുന്നത് എന്നുള്ള ഈ സർവ്വസാധാരണത്വം എന്ന് പറയുന്നത് ഈ പറയുന്ന നോവലിന് അല്ലെങ്കിൽ സാഹിത്യത്തിന് കൊള്ളാവുന്ന ഒരു കാര്യമല്ല എന്ന് വിചാരിക്കുന്ന ഒരു ഭാവുകത്വ ഘട്ടം കൂടിയായിരുന്നു അത് എന്ന് ഓർക്കാൻ വേണ്ടിയാണ് ആ ഒരു സാധനം അവിടെ ഇട്ടത്. ഓക്കെ, ഇത് ക്രോധത്തിന്റെ മുന്തിരിപ്പഴങ്ങളുമായി സാമ്യമുണ്ട് എന്ന് വിലയിരുത്തപ്പെട്ട സ്റ്റീൻബക്കിന്റെ നോവലാണ് ക്രോധത്തിന്റെ മുന്തിരിപ്പഴങ്ങൾ, അല്ലെ? അത് ഞാൻ നേരത്തെ പറഞ്ഞ അനുകരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സംഗതിയാണ്. അനുകരണമല്ല, അതൊരു ഈ പറയുന്ന പ്രചോദനം എന്ന് പറയാവുന്ന ഒരു സംഗതിയാണെന്ന് നിങ്ങൾക്കറിയാം, അല്ലെ? വിഷകന്യകയെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായമാണ്. ഓക്കെ, രണ്ട് ചോദ്യങ്ങൾ കൂടെ പറഞ്ഞ് നമ്മൾ ടോപ്പിക്കിലേക്ക് വരാം എന്ന് തോന്നുന്നു. ഇതും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നോവലിനെ കുറിച്ചിട്ടാണ്, അല്ലെ? ആഫ്രിക്കൻ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നോവൽ എന്ന് പറയും, അല്ലെ? ഈ പറയുന്ന ദേശരാഷ്ട്ര സങ്കല്പങ്ങളുടെ ഒരു പശ്ചാത്തലത്തിനകത്ത് പല ദേശീയതകളും ഉപദേശീയതകളും ഒക്കെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ഈ പറയുന്ന കൊളോണിയൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്യുന്ന ആ കാലത്തെ ഒരു ദേശരാഷ്ട്ര സങ്കല്പം വളരെ ശക്തമായിരുന്ന ഒരു കാലമാണ് ഈ പറയുന്ന 50കൾ വരെയുള്ള ഒരു കാലം എന്ന് നമുക്കറിയാം, അല്ലെ? ആ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഈ പറയുന്ന ഉറൂബ ആയാലും അല്ലെങ്കിൽ എസ് കെ പൊറ്റക്കാടായാലും ഈ പറയുന്ന എഴുത്തുകാരുടെയൊക്കെ നോവലുകൾക്കകത്ത് ഈ പറയുന്ന ഒരു ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ സമരത്തിന്റെ ഒരു വലിയ ചരിത്രം അല്ലെങ്കിൽ അതിന്റെ ദേശരാഷ്ട്ര സങ്കല്പം തുടങ്ങിയ സാധനങ്ങളൊക്കെ വളരെ ശക്തമായിട്ടുണ്ട് എന്ന് അറിയാം. അപ്പൊ അവിടെയുള്ള ഒരു എന്താ പറയാ ഈ ആഫ്രിക്കൻ ഈ പറയുന്ന ജീവിതത്തെ ചിത്രീകരിക്കുന്ന ഒരു നോവലാണ് ഈ കബീന എന്ന് പറയുന്ന ഒരു നോവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ദേശരാഷ്ട്രം എന്ന് പറയുന്ന ഒരു സങ്കല്പം തകർന്നു പോകുന്ന ഒരു ഘട്ടമാണ് നമ്മൾ പറയുന്ന ആധുനികതാവാദ കാലം എന്നതാണ് ധർമ്മപുരാണം അടക്കമുള്ള കൃതികൾക്കകത്ത് നമ്മൾ കാണാൻ കഴിയാവുന്നത്. ഈ ദേശരാഷ്ട്രം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ദേശരാഷ്ട്രങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് നോവൽ ഉണ്ടാവുന്നത് എന്നൊക്കെ നമ്മൾ പറയണ്ടായി. അതിനൊരു തകർച്ചയുടെ ഒരു ഘട്ടമാണ് ആധുനികതാവാദ കാലത്ത് കാണുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സാൻ മിഷേലിന്റെ കഥയുടെ മോഷണമാണ് എന്ന് ആരോപണം നേരിട്ട ബഷീറിന്റെ കൃതി ഏതാണെന്ന് നമുക്ക് ആക്സൽ മുന്തയുടെ, അല്ലെ, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഓർമ്മക്കുറിപ്പുകളുടെ പുസ്തകമാണ് ഈ പറയുന്ന എന്താ പറയാ സാൻ മിഷേലിന്റെ കഥ എന്ന് പറയുന്നത്, അല്ലെ? അത് ഈ മതിലുകൾ എന്ന് പറയുന്ന ഒരു ഈ ആധുനികതാവാദ കാലത്തേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയാവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ബഷീറിന്റെ മതിലുകൾ എന്ന് നമുക്കറിയാം. അതിന് ഇത്തരം ഒരു മോഷണ ആരോപണം കൂടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അതായത് എം പി പോളിന്റെ നോവൽ സാഹിത്യം എന്ന് പറയുന്ന ഒരു ഒരു സാഹിത്യ ലക്ഷണ ഗ്രന്ഥം ഉറപ്പിച്ച വഴിയിലാണ് മലയാളത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന പാശ്ചാത്യ ആഖ്യാന രൂപമായ മലയാള നോവൽ സാഹിത്യം വികസിക്കുന്നത്. പക്ഷെ അതിന് അപ്പുറത്തേക്ക് നമ്മൾ ആ പറയുന്ന ലക്ഷണ ഗ്രന്ഥങ്ങൾക്ക് അപ്പുറത്തേക്ക് പോവുകയും കേരളത്തിൻ്റെതായ പല നോവൽ പരീക്ഷണങ്ങളിലേക്ക് എത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഇനി വരുന്ന പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ എന്ന് പറയും. ആ ഘട്ടങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പറയാം. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. ഈ പറയുന്ന എസ് ഗുപ്തൻ നായരെ പോലുള്ള ആളുകളൊക്കെ ബഷീറിനെ പോലുള്ള നോവലിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറെ ആളുകൾ അങ്ങനത്തെ മൂവ്മെന്റ് ഉണ്ടാവുകയും, അല്ലെ? അതിനൊക്കെ ഭാഗമായിട്ടാണ് ഉപ്പുപ്പാന്റെ കുയ്യാനകൾ എന്ന് പറയുന്ന ഒരു വിമർശന ഗ്രന്ഥം ഉണ്ടാവുന്നത്, അല്ലെ? എം പി രഘുനാഥൻ എഴുതിയിട്ടുള്ള ഒരു വിമർശന ഗ്രന്ഥമാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ പറയുന്ന നവോത്ഥാനകാല നോവലുകൾ അല്ലെങ്കിൽ നമ്മുടെ നോവലിന്റെ ആദ്യ കാലഘട്ടങ്ങൾക്കകത്തുണ്ടായിരുന്ന നോവൽ ഭാവുകത്വമായാലും നോവലിനെ സംബന്ധിച്ച കാഴ്ചപ്പാടുകളെയും വലിയ രീതിയിൽ റീഡിഫൈൻ ചെയ്തുകൊണ്ടാണ് ഇനി വരുന്ന നവോത്ഥാനാനന്തര നോവലിന്റെ ഒരു ഘട്ടം എന്ന് നമുക്ക് പറയാവുന്ന ഈ കാൽപ്പനികതയുടെ ഒരു ഘട്ടവും അതിനുശേഷം വരുന്ന ആധുനികതാവാദത്തിന്റെ ഘട്ടവും ഉണ്ടാകുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ആ ഒരു ഘട്ടത്തിൽ നമുക്കൊന്ന് ഓടിച്ചൊന്ന് പറയാം.
പ്രധാനമായും 4 തരം നോവൽ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ നോവൽ രീതികളാണ് ഈ പറയുന്ന കാലത്ത് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഈ പ്രത്യേകിച്ച് നവോത്ഥാനാനന്തര കാലത്ത് എന്ന് പറയുന്ന നമ്മൾ 60-കൾ വരെ എത്തുന്ന ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാവുന്നത്. ഒന്ന്, നേരത്തെ ഉണ്ടായിരുന്ന നോവലുകളുടെ തന്നെ ഒരു 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 നെക്സ്റ്റ് വികാസം എന്ന അർത്ഥത്തിൽ ഈ വർഗ അല്ലെങ്കിൽ സമൂഹത്തെ കേന്ദ്രീകരിക്കുന്ന നോവലുകളിൽ സമൂഹ പ്രധാനമായ നോവലുകൾ ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന ഇവിടുത്തെ കർഷക പ്രസ്ഥാനങ്ങളുടെയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട്, അതിനൊക്കെ മുന്നേറ്റങ്ങളുടെ ഭാഗമായിട്ട് ആ രീതിയിലുള്ള ധാരാളം നോവലുകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട്. ചെറുകാടിനെ പോലെയൊക്കെയുള്ള എഴുത്തുകാരൊക്കെ വരുന്നത് ഈ ഘട്ടത്തിലാണ്. അപ്പൊ അത് കുറെ കൂടെ ഈ പറയുന്ന സാഹിത്യം എന്ന് പറയുന്നത് ഈ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയാണ് എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ലിറ്ററേച്ചർ അവിടെ വളരെ പ്രബലമാവുന്നുണ്ട്. മാർക്സിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തിനുള്ള പ്രസക്തി തീരെ കുറയാത്തൊരു കാലം കൂടിയാണ് ഈ നവോത്ഥാനാനന്തര കാലം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ധാര, അപ്പൊ അങ്ങനെയുള്ള ഒരു ധാര അവിടെ സജീവമായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ധാര എന്ന് പറയുന്നത് വ്യക്തി പ്രധാനമായി മാറുന്ന തരത്തിലേക്ക് ഉറൂബിൽ നിന്ന് നമുക്ക് തുടങ്ങാൻ കഴിയാവുന്ന അല്ലെ ഈ പറയുന്ന സംഭവ പ്രധാനമായ നോവലുകളിൽ നിന്ന് കുറെ കൂടെ അല്ലെങ്കിൽ സമൂഹ പ്രധാനമായ നോവലുകളിൽ നിന്ന് വ്യക്തി കേന്ദ്രിതമാവും, വ്യക്തിയുടെ ഒരു ആന്തരിക ജീവിതത്തിന് പ്രാധാന്യം ഉണ്ടാവുന്ന രീതിയിലേക്ക് നമ്മുടെ നോവലുകൾ മാറുകയും അങ്ങനെ അത്തരം ചില ക്യാരക്ടേഴ്സുകൾ അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിന്റെ ചില ചിന്തകളായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഫോളോ അപ്പ് പോലുള്ള രീതിയിലുള്ള നോവലുകൾ അല്ലെങ്കിൽ രചനകളൊക്കെ ഉണ്ടാവുന്ന ഒരു ഘട്ടം വ്യക്തി കേന്ദ്രിതമായിട്ട് നോവലുകൾ ഉണ്ടാവുന്നു. MT ഒക്കെ എത്തുമ്പോഴേക്കും അത് ഈ വ്യക്തി സമൂഹം എന്ന് പറയുന്ന ഒരു സംഘർഷത്തിലേക്ക് എത്തിക്കുകയും അങ്ങനെ ഈ പറയുന്ന വ്യക്തിയെ സെന്റർ പോയിന്റിൽ വെച്ചുകൊണ്ടുള്ള വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നോവൽ എന്താ പറയാ എംപ്ലോയ്മെന്റ് ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഈ പറയുന്ന നവോത്ഥാനാനന്തര കാൽപ്പനികതയുടെ സംഗതി. അതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ മനഃശാസ്ത്രപരമായ ധാരാളം അത് ഫ്രോയിഡിന്റെയും യുങ്ങിന്റെയും അല്ലെങ്കിൽ ഒക്കെ മനഃശാസ്ത്ര ചിന്തകൾ മാത്രമല്ല, മാർഷൽ പ്രൂസ്റ്റിനെയൊക്കെ പോലെയുള്ള ഈ പറയുന്ന മനഃശാസ്ത്രപരമായിട്ടുള്ള അത്തരം ആഖ്യാനങ്ങളെ അവിടെയൊക്കെ മാതൃകകൾ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ വളരെ സങ്കീർണമായ കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളുടെ ആന്തരിക ലോകം, ബോധധാര സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞ പലതരം രചനാ തന്ത്രങ്ങളൊക്കെ വരുന്നൊരു കാലം കൂടിയാണത് എന്നുള്ളതാണ്. ഈ 3 സംഗതികൾ ഈ പറഞ്ഞ പോലെ, ഒന്ന് ഈ പറയുന്ന റിയലിസത്തിന്റെ ഒരു തുടർച്ച ഉണ്ടാവുന്നുണ്ട്, മറ്റൊന്ന് നമുക്ക് റൊമാൻറ്റിക് എന്ന് പറയാവുന്ന ഒരു നോവലിന്റെ ധാര ഉണ്ടാവുന്നുണ്ട്. നാലാമത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ജനപ്രിയ നോവലുകളുടെ അല്ലെങ്കിൽ ജനകീയ നോവലുകളുടെ ഈ പറയുന്ന പൈങ്കിളി നോവലുകൾ എന്നൊക്കെ ഇപ്പുറത്തെ ആളുകൾ ആക്ഷേപിച്ചിട്ടുള്ള അത്തരം നോവലുകളുടെ ഒരു ധാര ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ 4 തരത്തിലാണ് ഈ പറയുന്ന നോവലുകൾ അന്ന് ഉണ്ടായിരുന്നത്, ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന വലിയ ക്ഷാമകാലം കേരളം മുഴുവൻ നേരിട്ടുകൊണ്ടിരുന്ന ഒരു ക്ഷാമകാലമുണ്ട്. അപ്പൊ അതിന്റെ പലതരം പലായനങ്ങളുണ്ട്. സ്വന്തം നാട്ടിലെ ജീർണിച്ചിട്ടുള്ള ഈ നാലുകെട്ടുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്യൂഡലിസം, അതിൽ നിന്നുള്ള രക്ഷപ്പെടൽ, വ്യക്തി മുതലാളിത്തത്തിലേക്കോ അല്ലെങ്കിൽ നഗരങ്ങളിലേക്കോ സ്വാതന്ത്ര്യത്തിലേക്കോ ഉള്ള അവന്റെ രക്ഷപ്പെടാനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതിജീവന സമരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ സമ്പത്തൊക്കെ സമ്പാദിച്ചു കൊണ്ടുവന്ന് സ്വന്തം വീട് പൊളിച്ചു കളയുക അല്ലെങ്കിൽ പഴകിയ ഈ ജീർണിച്ച വ്യവസ്ഥയെ മാറ്റിയെടുക്കുക എന്നൊക്കെ പറഞ്ഞ വ്യക്തിയുടെ കലാപങ്ങളെ പോലുള്ള സാധനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പ്രസ്ഥാനങ്ങൾ ക്രമേണ പ്രസ്ഥാനങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ദൈവവും ഒക്കെ ഈ പറയുന്നതുപോലെ ജീർണിച്ചു തുടങ്ങുന്ന ഒരു ഘട്ടം അവിടെ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ അപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായി തീരുകയും ഈ പറയുന്ന ജീവിതാഭിമുഖ്യമുള്ള കഥാപാത്രങ്ങൾ, ഉറൂബിന്റെയൊക്കെ ഉമ്മാച്ചൂരൊക്കെ കാണുന്നത് പോലെ ഈ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ആ കാലഘട്ടത്തിലെ കവികളൊക്കെ പറയുന്നത് പോലെ ഈ ചെമ്പിൽ അമ്പഴങ്ങ പുഴുങ്ങി അങ്ങനെ കഴിച്ചാലും നമുക്ക് ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത്, അതായത് ജീവിതത്തിന് വലിയ മൂല്യം കൊടുക്കുക എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വലിയ വിധി അല്ലെങ്കിൽ വലിയ സ്റ്റേറ്റ് അല്ലെങ്കിൽ വലിയ അങ്ങനെയുള്ള വ്യവസ്ഥകൾക്കെതിരെ കലാപം ചെയ്ത് പരാജയപ്പെട്ടു പോകുന്ന മനുഷ്യർ എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെയാണ് ഈ റഷ്യൻ നോവലുകളിലേക്ക് കുറിച്ച് ദസ്തയേവ്സ്കിയുടെ നോവലുകളൊക്കെ അന്നൊരു വലിയ രീതിയിലുള്ള സ്വാധീനം, ഉറൂബത്തിൽ നമുക്ക് സ്വാധീനം കാണാൻ കഴിയും. ഇത്തരം ഒരു മനുഷ്യന്റെ ദുരന്താത്മകമായ അങ്ങനെ പരാജയപ്പെട്ടു പോകുന്ന ദുരന്ത നായകന്മാർ അവിടെ ധാരാളമായിട്ട് കടന്നു വരുന്നുണ്ട് അല്ലെ. അതുപോലെ ഫെയ്ത്ത് ആണ്, ഇത് നിങ്ങളുടെ വിധിയാണ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന പ്രത്യയശാസ്ത്രങ്ങളോ പ്രസ്ഥാനങ്ങളോ മതങ്ങളോ ദൈവങ്ങളോ ഒക്കെ മാഞ്ഞു പോയെടുത്ത് മനുഷ്യനെ കേന്ദ്രീകരിക്കുന്ന, മനുഷ്യ ജീവിതത്തെ കേന്ദ്രീകരിക്കുന്ന ഒരു സംഗതി ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഉറൂബിലൊക്കെ നമുക്ക് കാണാൻ കഴിയാവുന്ന പോലെ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അടിസ്ഥാന നന്മയിലുള്ള വ്യത്യാസം, അത് MTയുടെ കൃതികൾ അത് നമുക്ക് പൊതുവായിട്ട് കാണാൻ കഴിയും. മാധവിക്കുട്ടിയുടെ രചനകളിൽ നമുക്കത് കാണാൻ കഴിയും അല്ലെ. അങ്ങനെയുള്ള ഒരു സാധനത്തിനകത്ത് ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ ധാർമ്മികത എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മൂല്യം അവിടെ
ഉണ്ടാവുന്ന ഒരു സംഗതി, ബഷീറിൽ നിന്നൊക്കെ തുടർന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പോ ഈ പറയുന്ന സംവിധാനത്തിനെതിരെ കലഹിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് സാമൂഹ്യാനിക്കെതിരൊക്കെ വ്യക്തിപരമായ കലാപങ്ങളാകുന്നു. റൊമാൻറ്റിക് റവല്യൂഷൻ എന്നൊക്കെ പറയാവുന്ന വ്യക്തിപരമായ കലാപങ്ങൾ ആകുന്നു, അല്ലെ? നോവൽ അതോടുകൂടി ഏറ്റവും വലിയ ജനപ്രിയമായ വായനാ വിഭവമാവുന്നു. നോവൽ വിപണി എന്ന് പറയുന്ന ഒരു വിപണി തന്നെ സാധ്യമാവുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രസാധകശാലകളും പുസ്തക പ്രസാധക സംരംഭങ്ങളും ഉണ്ടാവുകയും വായനശാലകൾ വലിയ രീതിയിൽ വികസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണത് എന്നുള്ളതാണ്. വായനയുടെ വിപണി വലുതാവുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ പറയുന്ന നവോത്ഥാനാനന്തര നോവലുകളുടെ ഒരു ഘട്ടം എന്ന് പറയുന്നത്, അല്ലെ? ജനപ്രിയ വായനയുടെ ഒരു ശൃംഖല നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആളുകളൊക്കെയും, അല്ലെ, പാറപ്പുറത്തിന്റെ നോവലുകൾ അവിടെ വരുന്നുണ്ട്. അരനാഴിക നേരം പോലെയൊക്കെ വളരെ പോപ്പുലറായി. ഈ ഘട്ടമാകുമ്പോഴേക്കും ഈ പറയുന്ന നോവലുകളുടെ ചലച്ചിത്രാവിഷ്കാരം ഉണ്ടാകുന്നു. നൂറുബിൽ നിന്നൊക്കെ തുടങ്ങുന്നുണ്ട്. അവർ ഒരേ സമയം നോവലിസ്റ്റുകളോ കഥാകൃത്തുക്കളും കഥാകൃത്തുക്കളായിട്ട് മാറുകയും ചെയ്യുന്ന പ്രത്യേകത ഉണ്ടാവുന്നുണ്ട്, അല്ലെ? അതുപോലെ ചില ഈ ആനുകാലികങ്ങൾക്കകത്ത് സീരിയലൈസ് ചെയ്യപ്പെടുന്ന നോവലുകളുടെ ഒരു ഘട്ടം ഉണ്ടാവുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പൈങ്കിളി നോവലുകൾ എന്ന് വിളിക്കപ്പെട്ടിരുന്ന, അന്ന് അതിനിടയിൽ നിന്നിരുന്ന ഈ പറയുന്ന മലയാള നാട് പോലെയൊക്കെയുള്ള പ്രസിദ്ധീകരണങ്ങൾ ഈ രണ്ടു തരം ഭാവുകത്വത്തെയും ഉൾക്കൊള്ളുന്ന തരം ആനുകാലികങ്ങളൊന്നും ഉണ്ടായിരുന്നു, ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ അവിടെയൊക്കെ എഴുതിയിരുന്ന ആളുകളാണ് ജി വിവേകാനന്ദനും ജി എൻ മണിക്കരും മുട്ടത്ത് വർക്കിയും പാറപ്പുറത്തൊക്കെ. ഒരു പക്ഷേ ഒരു 10 കൊല്ലം അല്ലെങ്കിൽ ഒരു 20 കൊല്ലം മുന്നേ നമ്മുടെ ചോദ്യ പേപ്പറിൽ ഒരിക്കലും ഈ പറയുന്ന ആളുകളുടെ ഏതെങ്കിലും കൃതികളെ കുറിച്ചുള്ള ഒരു ചോദ്യമോ നമ്മുടെ സിലബസിനകത്തോ ഈ പറയുന്ന ആളുകളോ വരുമായിരുന്നില്ല. കാരണം അതിനൊന്നും സാഹിത്യമായി നമ്മൾ പരിഗണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ജനപ്രിയ സാഹിത്യത്തെ കുറിച്ചൊക്കെയുള്ള പുതിയ കാഴ്ചപ്പാടുകൾ വരുന്നതോടുകൂടെ ആ കാലഘട്ടത്തില് ഈ പറയുന്ന ഒരു സമാന്തര സാഹിത്യം എന്ന രീതിയിൽ ഇവിടെ ഉണ്ടായിരുന്ന ജനകീയ അല്ലെങ്കിൽ ജനപ്രിയ സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ ഒന്ന് നിങ്ങൾ അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട കൃതികളെ ഒന്ന് പരിചയപ്പെടുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്, അല്ലെ? ഈ പറയുന്ന മുട്ടത്ത് വർക്കിയൊക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. ഞാൻ എഴുതുന്ന ഒരു മഹത്തരായ കൃതിയാണെന്നല്ല, അത് ഏറ്റവും സാധാരണക്കാർ, ഞാൻ കണ്ട ജീവിതം ഏറ്റവും സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ് ഞാൻ എഴുതുന്നതെന്നൊക്കെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന റിയലിസത്തിന്റെ ഒരു സക്കറിയ പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു സംഗതിയുണ്ട് മുട്ടത്ത് വർക്കിയെ കുറിച്ച്. അത് റിയലിസത്തിന്റെ ഒരു മണ്ണില് ഈ പ്രണയ കാൽപ്പനികതയുടെ ഒരു വിത്ത് പുഷ്പിക്കുക എന്ന് പറയുന്ന വളരെ പണിപ്പെട്ടൊരു പണിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മുട്ടത്ത് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത്, അല്ലെ? പിന്നീട് അതിന്റെ ഒരു ഈ പറയുന്ന എന്താ പറയാ ഭരിതമായി ദുരന്തഭരിതം എന്ന് പറയാവുന്ന രീതിയിൽ ഏറ്റവും മികച്ച നോവലുകൾക്കുള്ള അവാർഡിന്റെ മുട്ടത്ത് വർക്കിയുടെ പേരിലായി മാറുന്ന സ്വഭാവം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ പറയുന്ന കാലഘട്ടത്തിനകത്ത് ആധുനികതയുടെ തുടക്കം വരെ, ആധുനികതാവാദത്തിന്റെ തുടക്കം വരെ വളരെ ശക്തമായ ഒരു സംഗതിയാണ് ഈ പട്ടാള കഥകൾ എന്ന് പറയുന്ന കോവിലനും നന്ദനാരും ഒക്കെ വരുന്ന ഈ കഥകൾ. അതിന്റെ ഒരു തുടക്കക്കാരൻ ഈ പാറപ്പുറത്താണ് എന്ന് നമുക്ക് ഓർമ്മയുണ്ടാവണം. പക്ഷെ പാറപ്പുറത്തിന്റെ പട്ടാള കഥകളും അതുപോലെ തന്നെ നന്ദനാരുടെയും കോവിലന്റെയും പട്ടാള കഥകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ പറയുന്ന ബാരിക്കേഡുകളിലെ അല്ലെങ്കിൽ യുദ്ധ സന്ദർഭങ്ങളിലെ ജീവിതങ്ങളിലെ അവിടുത്തെ മനുഷ്യരുടെ നിസ്സഹായാവസ്ഥ, സ്വത്വ പ്രതിസന്ധികളൊക്കെയാണ് മറ്റവർ ചിത്രീകരിച്ചിരുന്നെങ്കിൽ ഇവിടെ അത് ഈ പട്ടാളക്കാരുടെ ഭാര്യമാരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന കാമുകിമാർ അങ്ങനെയൊക്കെയുള്ള ഒരു കേരളീയ അന്തരീക്ഷത്തിനകത്ത് ഇവിടെ ബാക്കിയായി പോയ അല്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്നവരെ കേന്ദ്രീകരിച്ചിട്ടാണ് പാറപ്പുറത്തിന്റെ പട്ടാള കഥകളൊക്കെ മിക്കവാറും ഉണ്ടായതെന്നുള്ള ഒരു വ്യത്യാസമുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. മറ്റേത് ഞാൻ പറഞ്ഞ ഒരു രണ്ടാമത്തെ ധാര എന്ന് പറഞ്ഞത് ഈ പറയുന്ന രാഷ്ട്രീയ പ്രധാനമായ നോവലുകൾ അല്ലെങ്കിൽ സമൂഹ പ്രധാനമായ നോവലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ആ ഘട്ടത്തിൽ ചെറുകാട് തന്നെയാണ്, അല്ലെ? ചെറുകാടിന്റെ നോവലുകൾ നമ്മൾ പ്രത്യേകിച്ച് എടുക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ നിന്ന് വ്യത്യസ്തമായ നോവലുകൾ എടുക്കുമ്പോൾ വളരെ പ്രസ്ഥാനനിഷ്ഠമായിട്ടുള്ള ഈ പറയുന്ന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നോവലുകൾ തന്നെയായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ മണ്ണിന്റെ മാറിലായാലും മുത്തശ്ശിയായാലും, അല്ലെ, ഉള്ള നോവലുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 നോവലുകൾ ആ അർത്ഥത്തിൽ എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന ഇവിടുത്തെ കർഷക പ്രസ്ഥാനങ്ങളിലെയും അധ്യാപക പ്രസ്ഥാനങ്ങളിലെയും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളിലേക്ക് ഒരു വികാസം എന്ന് പറയുന്ന സംഗതി, അത് നൽകുന്ന പ്രത്യാശ എന്ന് പറയുന്നത് മതജാതികൾക്കെതിരായിട്ടുള്ള ഒരു വർഗ സമൂഹം രൂപപ്പെടുന്നതിനെ സംബന്ധിച്ചുള്ള ആശയം, അങ്ങനെയുള്ള തരം പ്രണയങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ പറയുന്ന മുത്തശ്ശേരിയും മണ്ണിന്റെ മാറിലൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. അധ്യാപക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക് ഈ മുത്തശ്ശി എന്ന് പറയുന്ന വർക്ക് തന്നെയാണ്. അത് ഈ പറയുന്ന അന്ന് ഒരു ഭാഗത്ത് കാരൂരിന്റെ കഥകൾ കടന്നു വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ അവിടുത്തെ അധ്യാപകരുടെ ജീവിത യാതനകളൊക്കെ ചിത്രീകരിക്കുന്ന അധ്യാപക കഥകൾ എഴുതിയ കാരൂരുണ്ട് എന്ന്
നമുക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വവും അല്ലെ അത്തരം കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെടുന്ന കൃതികളുണ്ട്. അതോടൊപ്പം തന്നെ അധികാരം എങ്ങനെയാണ് മനുഷ്യനെ ദുഷിപ്പിക്കുന്നത് എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ദേവലോകം എന്ന് പറയുന്ന നോവലിൽ നമുക്ക് പിന്നീട് എഴുതിയ നോവലുകൾ എങ്ങനെയാണ് അധികാരം എന്ന് പറയുന്നത് ആളുകളെ ദുഷിപ്പിക്കുന്നത് എന്ന് പറയുന്ന ഒരു സംഗതി ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തേക്ക് ആവിഷ്കരിക്കുന്ന ഒരു നോവൽ കൂടിയാണ് ദേവലോകം. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഈ പറയുന്നത് പോലെ സ്വാർത്ഥനായി മാറുന്നത് എന്ന് പറയുന്ന ഒരു സാധനം. അതൊരു പക്ഷേ ഈ പറയുന്ന പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടായ അപജയത്തിന്റെയൊക്കെ ചില ദൂരക്കാഴ്ചകൾ കൂടെ കാണാൻ കഴിയാവുന്ന ഒരു കൃതിയാണ് എന്ന് പറയാം. അപ്പോൾ ചെറുകാട് എന്ന് പറയുന്ന നോവലിസ്റ്റും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലുകളും അതിന്റെ പ്രമേയങ്ങളും ചില കഥാപാത്രങ്ങളെയൊക്കെ ഓർക്കുന്നത് നന്നായിരിക്കും. മറ്റ് പ്രധാനപ്പെട്ട ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന പ്രസ്ഥാനപരമായിട്ടല്ലാതെ തന്നെ നിന്നുള്ള ഏറ്റവും പ്രധാനം ലളിതാംബിക അന്തർജനം തന്നെയാണെന്ന് പറയാം. അഗ്നിസാക്ഷി എന്ന് പറയുന്ന ഒരു നോവൽ, ഒറ്റ നോവൽ കൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ്. ഒരു സ്ത്രീ എഴുതിയ നോവൽ എന്ന അടയാളങ്ങളൊന്നുമില്ലാത്ത എന്നാൽ ഒരു സ്ത്രീയുടെ കർത്തൃത്വം എന്ന് പറയുന്നത് വളരെ ഏറ്റവും മിഴിവോടുകൂടി വന്നിട്ടുള്ള ഒരു നോവലാണ് ഈ പറയുന്ന അഗ്നിസാക്ഷി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ സ്വത്വാന്വേഷണം എന്ന് പറയുന്ന ഒരു സാധനം വളരെ എന്താ പറയുക അതിനെ പ്രമേയവൽക്കരിച്ചൊരു നോവൽ കൂടിയാണ് എന്നുള്ളത് ഓർമ്മയുണ്ടാവണം. അപ്പൊ അഗ്നിസാക്ഷിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പൊ ഈ കാൽപ്പനികതയുടെ ഈ ഒരു ഭാവപ്പകർച്ചകളിലേക്ക് നമ്മുടെ നോവൽ എത്തുന്നതിന്റെ ഈ ഒരു ഘട്ടത്തിനകത്ത്, ഈ ഒന്നാം ഘട്ടത്തിനകത്ത് ഉറൂബിൽ നിന്ന് തുടങ്ങുന്ന MT കേന്ദ്രീകരിച്ചിട്ടുള്ള അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കാൽപ്പനികത കുറെ കൂടെ സൂക്ഷ്മമാകുന്ന ഈ സംഭവപ്രധാനമായ സാധനങ്ങളിൽ നിന്ന് മാറിയിട്ട് അല്ലെങ്കിൽ സന്ദേശപ്രധാനമായ നോവലുകളിൽ നിന്ന് മാറിയിട്ട് സംവേദന പ്രധാനമായിട്ടുള്ള ഒരു നോവലുകളുടെ സംസ്കാരത്തിലേക്ക് നമ്മൾ മാറുന്നു. സമൂഹത്തിൽ നിന്ന് വ്യക്തിയിലേക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് നോവൽ എന്ന് പറയുന്നത് ഒരു കാർണിവൽ കൾച്ചറാണ്. നോവലിനകത്ത് നമ്മൾ കഴിഞ്ഞാൽ അതിനകത്ത് പറഞ്ഞത് ആ കാർണിവൽ കൾച്ചറിന്റെ സ്വഭാവത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ പോളിഫോണിക്കായ ഒരു നാച്ചറിൽ നിന്ന് മാറിയിട്ട് അതിനെ കവിതയാക്കി മാറ്റാനോ അല്ലെങ്കിൽ ലിറിക്കൽ ഫോമിലേക്ക് അല്ലെങ്കിൽ ഒരു കാവ്യം പോലെ തോന്നിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഒരു ഏകദാനമായ ഒരു അന്തരീക്ഷ സൃഷ്ടിയൊക്കെ കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള ഒരു മാറ്റം കൂടിയാണ് അത് എന്ന് പറയാം. അങ്ങനത്തെ ഒരു ടേൺ ആണ് ഈ പറയുന്ന എന്താ പറയാ ഒരു ഇമോഷണൽ ഇതിലേക്കുള്ള ഒരു ടേൺ ആണ് പ്രധാനമായിട്ടും ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നത്. വൈകാരിക ജീവിതത്തിന് വലിയ പ്രാധാന്യമുണ്ട്, ആന്തരിക ജീവിതത്തിന് വൈകാരിക ജീവിതത്തിന് പ്രാധാന്യം ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ കാവ്യ ഭാഷ എന്ന് പറയുന്നു അല്ലെങ്കിൽ ഭാഷ പോലെ തന്നെ നോവലിന്റെ ആഖ്യാനം, നോവലിന്റെ ഭാഷ എന്ന് പറഞ്ഞ വളരെ പ്രധാനമായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണ്. നേരത്തെ പറഞ്ഞ മനോവിജ്ഞാനീയപരമായ ഉൾക്കാഴ്ചകൾ അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ വിശകലനം ചെയ്യുന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ നോവലിനെ ആസ്വദിക്കുന്നതിന് പകരം നോവലിനെ അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ മനസ്സിലാക്കുന്ന, കഥാപാത്രങ്ങളെ വിശകലനം ചെയ്യുന്ന തരത്തിൽ വിശകലനാത്മകമായ എന്താ പറയാ അത്തരം രീതിയിലേക്ക് നമ്മുടെ നോവൽ മാറുകയും ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണ് അല്ലെ. ഈ ചോദ്യം മലയാളത്തിലെ മറക്കാനാവാത്ത സൂര്യവംശ കഥ തന്നെയാണ് ഉമ്മാച്ചു എന്ന് പറഞ്ഞത് ആരാണ് എന്നാണ്. സൂര്യവംശം ചന്ദ്രവംശം എന്നൊക്കെ പറഞ്ഞ അത് വിശദീകരിക്കുന്നുണ്ട്. ഈ പറയുന്ന ഒരു വലിയൊരു എന്താ പറയാ കഥാവലയങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് തലമുറകളുടെ കഥയൊക്കെ പറയുന്ന വലിയ ബൃഹത്ത് നോവലുകൾ മലയാളത്തിൽ വരുന്നതിന്റെ ഒരു ഘട്ടം കൂടിയായിട്ട് അതിന് തുടക്കം കുറിച്ചാണെന്ന രീതിയാണ് നമ്മൾ ഉറൂബിനെ പറയാറുള്ളത്. സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ നമ്മൾ അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിക്കാറുള്ളത്. ഓക്കെ, അതിന്റെ ഒരു വഴിയിൽ തന്നെയാണ് ഈ മറ്റ് നോവലുകളൊക്കെ വരുന്നത് എന്ന് നിങ്ങൾക്ക് പറയാം അല്ലെ. ഈ അഭിപ്രായം പറഞ്ഞ KM തരകനാണ്, ഓർമ്മയുണ്ടാവണം. ഓക്കെ, അപ്പൊ ഉറൂബ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിന് ധാരാളം വർക്കുകൾ ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വർക്കുകൾ നമുക്കറിയാവുന്ന പോലെ ഉമ്മാച്ചുവും അതുപോലെ സുന്ദരികളും സുന്ദരന്മാരുമാണ് അല്ലെ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഈ പറയുന്ന ജീവിത വ്യഗ്രന്മാരായിട്ട് ഇങ്ങനെ നടക്കുന്ന കഥാപാത്രങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ജീവിതത്തെ ആസ്വദിക്കുക എന്ന് പറയുന്ന ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്നൊക്കെ പറയുന്ന ഒരു കാഴ്ചപ്പാടുള്ള കഥാപാത്രങ്ങൾ അല്ലെ. മനുഷ്യൻ സുന്ദരനാണെന്ന് അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള സംഗതി മനുഷ്യൻ സുന്ദരനാണ് എന്ന് പറയുന്ന ഒരു കാര്യം. ആ രീതിയിലൊരു മാനവികത വാദിയായിട്ടുള്ള അല്ലെ, മനുഷ്യൻ എത്ര സുന്ദരമായ പദം എന്ന് പറയുന്നത് അത്തരം ഒരു ഹ്യൂമനിസ്റ്റ് ആയിട്ടുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു തരം കഥാഖ്യാന പദ്ധതിക്കകത്ത് ഇതിഹാസ കഥാഖ്യാന പദ്ധതിയുടെ ചില സൂചനകളോടുകൂടി കഥ പറയുന്ന ഒരു രീതി എന്ന് പറയുന്നത് വളർത്തിയെടുത്ത ഒരാൾ എന്ന രീതിയിലും ബൃഹത്തായ നോവലുകളെ വലിയ എന്താ പറയാ ക്യാൻവാസിൽ തലമുറകളിലൂടെ വരുന്ന നോവലുകളുടെ ആദ്യ മാതൃകൾ നൽകിയ ഒരാൾ എന്ന രീതിയിൽ അദ്ദേഹം വളരെ പ്രസക്തനാണ് അല്ലെ. അത് ഏറ്റവും പ്രധാനം. ഒരു നോവൽ എന്ന് പറയുന്നത് ഒരു ദേശത്തെയും ഒരു കാലത്തെയും എഴുതുകയാണ് എന്ന രീതിയിൽ കേരളത്തിന്റെ ഒരു നീണ്ട കാലത്തെ ചരിത്രത്തെ, പ്രത്യേകിച്ച് മലബാറിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ചരിത്രത്തെ അതേപോലെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി
ഉറൂബിനെ പോലെ എഴുതി വന്ന MTയും ഉറൂബും തമ്മിലുള്ള ഏറ്റവും വലിയൊരു ഒരു വ്യത്യാസം എന്ന് പറയുന്നത് MTയിൽ ഈ ഒരു ചരിത്ര ബോധം എന്ന് പറയുന്നത്, അല്ലെ നർമ്മബോധവും ചരിത്രബോധവും ഉറൂബിനെ പോലെ MTയിൽ ഇല്ല എന്ന് പറയാറുണ്ട്. അപ്പൊ ആ ഒരു കേരളീയ സമൂഹത്തിന്റെ വികാസ പരിണാമങ്ങളൊക്കെ ഈ രണ്ട് നോവലുകളും, പ്രത്യേകിച്ച് സുന്ദരികളും സുന്ദരന്മാർ എന്ന് പറയുന്ന നോവലിനകത്ത് വളരെ മിഴിവോടുകൂടി അവതരിപ്പിക്കുന്നുണ്ട് എന്നറിയാം, അല്ലെ. അപ്പൊ അതോടൊപ്പം തന്നെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വലിയൊരു വ്യക്തിത്വം ഉണ്ടാവുന്നു. കുടുംബം എന്ന് പറയുന്ന വലിയൊരു യൂണിറ്റ് അവിടെ ഇതാവുന്നു. അവിടെ വളരെ സ്വതന്ത്രകളായ സ്ത്രീകൾ ഉണ്ടാവുന്നു. കുടുംബത്തിന്റെയോ മതത്തിന്റെയോ സമൂഹത്തിന്റെയോ വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിയുന്ന കഥാപാത്രങ്ങൾ അവിടെ ഉണ്ടാവുന്നു, അല്ലെ. അങ്ങനെയൊക്കെയുള്ള വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം, നമ്മൾ നാഷണൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒന്നിന്റെ സാന്നിധ്യം വളരെ ശക്തമാവുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതോടൊപ്പം തന്നെ ഫ്യൂഡലിസത്തിന്റെ തകർച്ച എന്ന് പറയുന്നത് ചാപ്പൻ നായരൊക്കെയുള്ള കഥാപാത്രങ്ങൾക്കകത്ത് നമുക്ക് കാണാൻ കഴിയും. MT ആ ഒരു ത്രെഡിനെ പിന്നീട് വികസിപ്പിക്കുന്നുണ്ട്, അല്ലെ. അപ്പൊ ആ അർത്ഥത്തിലാണ് സുന്ദരികളും സുന്ദരന്മാരും ഉമ്മാച്ചു ആയാലും ഈ രണ്ട് നോവലുകളും മലയാള നോവലിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നോവലുകളായി തീരുന്നത് അതുകൊണ്ടാണ്. മറ്റ് ഉറൂബിന്റെ നോവലുകൾക്കൊന്നും അങ്ങനെ കാര്യമായ ധാരാളം നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടെങ്കിലും ഏറ്റവും ഈ പ്രധാനമായിട്ട് ഈ രണ്ട് നോവലുകൾ തന്നെയാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. അപ്പൊ ഉറൂബിന്റെ ഒരു തുടർച്ചയിൽ ആണ് MT വാസുദേവൻ നായർ. ഉറൂബ് ഒരു കവിയാവാൻ പോയ ഒരാളാണ്. അദ്ദേഹം കവിത എഴുതരുത് എന്ന് പറഞ്ഞ കുട്ടീഷ്ണമാരാണ് നോവൽ എഴുതിയാൽ മതി, കവിത എഴുതണമെന്ന്. അങ്ങനെ നോവലിലേക്ക് വന്ന ഒരാളായത് കൂടിയാണ് അദ്ദേഹത്തിന് പരാജയപ്പെട്ടു പോയ കവി പലപ്പോഴും നോവലിനകത്ത് പ്രവർത്തിക്കുന്നത് എന്ന് കാണാം, അല്ലെ. പിന്നീടാണ് ഒരു ഭാവകാവ്യം പോലെ മനോഹരമാണ്, ഭാവഗാനം പോലെ മനോഹരമാണ് എന്നൊക്കെ ഒരു നോവലിനെ വിളിക്കുന്ന രീതിയിൽ മഞ്ഞ് എന്ന് പറയുന്ന ഒരു നോവൽ എഴുതുന്ന MT വാസുദേവൻ നായരെ പോലെ ഒരാള് വരുന്നത് എന്നുള്ളത്. അപ്പൊ കവിതയുമായിട്ടൊരു ബന്ധം അവിടെ സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ MTയിലേക്ക് എത്തുമ്പോൾ കുറെ കൂടെ അത് വ്യക്തിനിഷ്ഠമാണ്. ഈ സമൂഹത്തിന്റെ സങ്കീർണമായ സമൂഹത്തിന്റെ സാമൂഹ്യ ഘടനകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് താരതമ്യേന ഉറൂബിനേക്കാൾ കുറവാണ് MTയുടെ നോവലുകളിൽ നിന്ന് കാണാൻ കഴിയും. അവിടെ ഉണ്ടെങ്കിൽ തന്നെയും അതൊരു വ്യക്തിയുടെ ആന്തരിക ജീവിതത്തിനകത്തുള്ള നിഴൽപ്പാടുകളായിട്ടാണ് അസുരവിത്തിലൊക്കെ കാണുന്ന പോലെ അങ്ങനെയാണ് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് പറയുന്നത്. പലപ്പോഴും വ്യക്തിയുടെ ഈ ആത്മസംഘർഷങ്ങളും അതുപോലെ തന്നെ സമൂഹവും വ്യക്തിയും തമ്മിലുള്ള ചില ഏറ്റുമുട്ടലുകളും, അല്ലെ, നഷ്ടബോധങ്ങളെ കുറിച്ച് നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന, അല്ലെ, ഒരു സംഗതി, ഈ തകർന്ന തറവാടുകളിൽ നഷ്ടപ്രതാപങ്ങൾ, അവിടെ ഈ പറയുന്ന സ്വതന്ത്രനായിട്ട് എന്തെങ്കിലും നേടിയെടുക്കാൻ പോകുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഒരു പക്ഷേ ഈ ആധുനികതയിലേക്കുള്ള ഒരു പാലം എന്ന അർത്ഥത്തിനകത്ത് ചില തീവ്രമായ അസ്തിത്വ ദുഃഖങ്ങൾ വേറുന്ന കഥാപാത്രങ്ങളെയൊക്കെ ചിത്രീകരിക്കുക, അല്ലെ. അങ്ങനെയുള്ള കുറെ പ്രത്യേകത നമുക്ക് MTയുടെ നോവലുകളെ പൊതുവെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട നോവലുകൾ എന്ന് പറയുന്നത് ഈ 5 നോവലുകൾ തന്നെയാണ്, അല്ലെ. നാലുകെട്ട് അദ്ദേഹത്തിന്റെ ആദ്യ നോവലുകളിൽ ഒന്ന് ഈ പറയുന്നത് പോലെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് എന്ന രീതിയിൽ ഈ പറയുന്ന ഇന്ദുലേഖയിലൊക്കെ അവതരിപ്പിക്കപ്പെട്ട വലിയൊരു നാലുകെട്ടിന്റെ തകർച്ച ഈ ശേഷം സംഭവിക്കുന്ന ഒരു ചരിത്ര സന്ദർഭത്തെയാണ് അത് അടയാളപ്പെടുത്തുന്നത് നമുക്കറിയാം, അല്ലെ. അസുരവിത്ത് എന്ന് പറയുന്ന നോവലായാലും കാലം എന്ന് പറയുന്ന നോവലായാലും, അല്ലെ, മഞ്ഞ് വേറെ തരത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു നോവലാണ്, അല്ലെ. നമ്മൾ ഈ ബോധധാര സമ്പ്രദായത്തിൽ വന്ന രണ്ടാമത്തെ നോവൽ എന്നൊക്കെ പറയാവുന്ന നോവലാണ് മഞ്ഞ് എന്ന് പറയുന്ന നോവൽ, അല്ലെ. രണ്ടാം മുഴുവൻ പിന്നീട് ലേറ്റർ പീരീഡിൽ വന്നിട്ടുള്ള ഒരു പക്ഷേ മലയാളത്തിൽ ഇങ്ങനെ നിരന്തരമായി അന്ന് നടന്നിരുന്ന ഈ ഇതിഹാസ കഥകളെ ഉപജീവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇനി ഞാൻ ഉറങ്ങേറ്റടക്കമുള്ള നോവലുകളെ യാദിയുടെയൊക്കെ ഒരു വലിയ സ്വാധീനത്തിന്റെ തുടർച്ചയിൽ വന്നിട്ടുള്ള എന്നാൽ MTN ആയിട്ടുള്ള സ്വഭാവത്തിൽ തന്നെ ഈ ഒരു ഭീമൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം നിർമ്മിച്ചെടുത്ത MTയുടെ നായക കഥാപാത്രങ്ങളിൽ കാണുന്ന ഈ അപകർഷതകളും എല്ലാ സംഗതികളും നിലനിൽക്കുന്ന ഒരു കഥാപാത്രത്തെ മുമ്പിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് കൊണ്ടുവരുന്ന രണ്ടാം ഊഴം എന്ന് പറയുന്ന നോവൽ പ്രധാനമാണ്. ഓക്കെ, നന്ദന വേറൊരു ആ സമയത്ത് വളരെ പെട്ടെന്ന് എഴുതി ഇല്ലാതായി പോയ ഒരു എഴുത്തുകാരനാണ് എന്ന് നമുക്കറിയാം, അല്ലെ. ഈ പട്ടാള കഥകളുടെ തുടർച്ചയ്ക്കകത്ത് ഈ പറയുന്ന കുറെ കൂടെ എന്താ പറയാ സൂക്ഷ്മമായിട്ടുള്ള ചില ആത്മാവിന്റെ നോവുകളൊക്കെ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പൊ അവിടേക്കുള്ള ഈ പറയുന്ന ഒരു വലിയ നാഷൻ ബിൽഡപ്പ് ചെയ്യുന്നു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പലപ്പോഴും രൂപം കൊള്ളുന്നു, അതിർത്തി യുദ്ധങ്ങൾ ഉണ്ടാവുന്നു, അല്ലെ. ഇതൊക്കെ ഈ ദേശരാഷ്ട്രം രാഷ്ട്രം എന്താണ്, സമൂഹം എന്താണ്, അവിടെ വ്യക്തികൾ നേരിടുന്ന യാതനകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള ഈ പ്രതിസന്ധികളും മറ്റൊക്കെ ആവിഷ്കരിക്കുന്ന മനുഷ്യന്റെ ആന്തരിക സംഘർഷങ്ങളെ കുറിച്ച് ഒക്കെ വളരെ പ്രധാനമായിട്ട് ചില നഷ്ടബോധങ്ങളൊക്കെ വളരെ പ്രബലമാവുന്നു. അത്തരം ആഖ്യാനങ്ങളാണ് നന്ദനാരുടെ ആഖ്യാനങ്ങൾ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെയും ഈ പറയുന്ന
ഒരു പക്ഷേ ഈ നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെയൊക്കെ ഒരു സന്ദർഭത്തിനകത്ത് ഇന്ത്യയെ സംബന്ധിച്ച വലിയ പ്രതീക്ഷകളൊക്കെ ക്രമേണ മങ്ങിപ്പോകുന്ന ഒരു ഘട്ടത്തിനകത്ത്, അതോടൊപ്പം തന്നെ വിഭജനം പോലുള്ള ചില സംഗതികൾ ഉണ്ടാക്കുന്ന വലിയ രക്തച്ചൊരിച്ചിലുകളും, ഇതൊക്കെ ഈ പറയുന്ന ദേശരാഷ്ട്ര ഭൂപടം എന്നതിന്റെ എന്താ പറയാ, ഒരു കാലത്ത് ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്തിരുന്ന സാധനത്തോടുള്ള ചില തിരിഞ്ഞ് ചോദ്യങ്ങളൊക്കെ വരുന്ന ഒരു ഘട്ടത്തിന്റെ സംഗതി കൂടിയാണ് എന്ന് നമുക്ക് അറിയാം. വിലാസിനി മറ്റൊരു ആ സമയത്ത് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട റൈറ്ററാണ്. വലിയ വലിയ ബൃഹത് രചനകളുടെ പേരിലാണ്, അവകാശികളുടെ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മലയാളിയുടെ പ്രവാസ ജീവിതത്തിനകത്ത് പല സന്ദർഭങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിനകത്ത് എം ടിയിലൊക്കെ വളരെ കുറച്ച് കാണുന്ന, എം ടിയുടെ ചില കൃതികളിലും അതുപോലെ മാധവിക്കുട്ടിയുടെ രചനയിലും അത് വരുന്നുണ്ട്. ഈ സിംഗപ്പൂർ, മലേഷ്യ പോലുള്ള പ്രദേശങ്ങൾ, സിലോൺ പോലുള്ള പ്രദേശങ്ങളൊക്കെ പെട്ടെന്ന് ഈ പറയുന്ന കൊളോണിയൽ പ്രദേശങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഒരു സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് പോകുമ്പോൾ അവിടേക്ക് ദക്ഷിണേന്ത്യയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന മധ്യവർഗ നായർ സമുദായത്തിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഒരുപാട് പേര് അവിടെയൊക്കെ പോയി സെറ്റിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു പ്രവാസി സമൂഹമൊക്കെ അവിടെ ഉണ്ടാവുന്നത്. ആ പ്രവാസി സമൂഹത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ബൃഹത്തായ ഒരു ആഖ്യാനം എന്ന അർത്ഥത്തിലൊക്കെയാണ് ഈ പറയുന്ന നോവല്, ഈ പറയുന്ന വിലാസിനിയുടെ നോവലുകൾ പ്രസക്തമാവുന്നത്, അല്ലെ? അപ്പൊ ഈ പ്രവാസി ജീവിതം അതിനകത്ത് വളരെ പ്രധാനമായിട്ട് വരുന്നു, അല്ലെ? അപ്പൊ അത് ആ ഒരു നോവലിന്റെ അകത്ത് ഉള്ള അതിന്റെ ഘടനയുടെ പ്രത്യേകത, അതെങ്ങനെയാണ് മഹാഭാരതത്തെ ഉപയോഗിച്ചതിന് രണ്ടാമൂഴം എം ടി എങ്ങനെ ഉപയോഗിച്ചു എന്നല്ല, മഹാഭാരതം എന്ന് പറയുന്ന ഒരു കഥയുടെ മൂലകങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തറവാടുകൾക്ക് അകത്ത് അനന്തര തലമുറ തമ്മിലുണ്ടാവുന്ന സംഘർഷങ്ങൾ, തകർച്ചകൾ, അല്ലെ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ആവിഷ്കരിക്കാൻ വേണ്ടി ഒരു വലിയ മൂലകമായിട്ട് മഹാഭാരതം പോലുള്ള എപ്പിക്കുകളെ ഒക്കെ ഉപയോഗിക്കുന്നതിന്റെ ഒരു സംഗതി കൂടി നമുക്ക് ഈ അവകാശികളെ കാണാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ ഒരു പക്ഷെ ഇതിന്റെ അടുത്ത ഘട്ടത്തിൽ നമ്മൾ പറയുന്ന നോവൽ വിപണിയെ നിർമ്മിച്ചെടുത്ത ആടുജീവിതം പോലുള്ള നോവലുകളൊക്കെ ഉണ്ടാവുന്ന ഒരു ഈ പ്രവാസ ജീവിതത്തെ കേന്ദ്രീകരിച്ച ഒരു നോവൽ ഉണ്ടാവുന്ന ഒരു ഘട്ടമാണ് ഇതിന് ശേഷം ഉണ്ടാവുന്നത്. ആ രീതിയിൽ നമുക്ക് അതൊരു പ്രവാസ ജീവിതം വളരെ ശക്തമായിട്ട് വരുന്ന, മറ്റൊരു തരം പ്രവാസം ശക്തമായി വരുന്ന രചനകൾ എഴുതിയ ആളുകൂടിയാണ് വിലാസിനി എന്ന് നോവലിസ്റ്റ്. മലയാറ്റൂർ ഇതിന് വേറൊരു സമാന്തരമായിട്ട് തന്നെ മലയാറ്റൂരിന്റെ നോവൽ, ഒന്ന് മലയാറ്റൂർ ബോർഡർ ലാൻഡിൽ നിന്നുള്ള ഈ തമിഴ് അഗ്രഹാരങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ ഒരു സാംസ്കാരിക ധാരയോട് വേണ്ടത്ര വിലയിച്ചിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട്, ഒരു സാംസ്കാരിക സ്ഥലത്ത് നിന്നുകൊണ്ട് മലയാള സാഹിത്യത്തിനകത്ത് ഇടപെട്ടയാളാണ് അദ്ദേഹം അറിയാം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു വലിയ സംഗതി ഇവിടുത്തെ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട്, അങ്ങനെ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് എഴുത്തുകാര് ഈ പറയുന്ന വരുന്നൊരു സന്ദർഭം കൂടിയാണ്. ധാരാളം എഴുത്തുകാരും സാംസ്കാരിക നായകന്മാരൊക്കെ ഉണ്ടാകുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പൊ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ആളാണ് മലയാറ്റൂർ. അപ്പൊ അങ്ങനെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്റെ ജീവിത സംഘർഷങ്ങളോ അല്ലെങ്കിൽ ഈ മാറ്റങ്ങളെയൊക്കെ സംബന്ധിച്ച് അതിന്റെ സ്വാർത്ഥതകൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്ന നോവലുകൾ അദ്ദേഹം നെട്ടൂർ മഠം പോലെ തന്റെ ഒരു ആത്മസത്തയുള്ള ഈ പറയുന്ന അഗ്രഹാരങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള കഥകൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ പലതരം എന്താ പറയാ പൊന്നി പോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള നോവലുകളും അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട്. അങ്ങനെ ധാരാളം നോവലുകൾ എഴുതിയിട്ടുള്ള, എന്നാൽ അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ പറയുന്ന വിക്കേനിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് പിന്നീട് ഈ മറ്റു പല ആളുകൾ ഉപയോഗിച്ചിരുന്ന ഒരു പ്രസന്ന ഹാസ്യത്തിന്റെ ചില സംഗതികൾ, അത്തരം ചില ഈ ബ്രിഗേഡിയർ കഥകൾ പോലെയൊക്കെയുള്ള അത്തരം ഒരു നമ്മുടെ ഈ പറയുന്ന ഒരു കഥാസാഹിത്യത്തിന്റെ ആദ്യ രൂപങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാവുന്ന നാടോടി കഥ, അത്തരം ചില കഥകളിലേക്ക് മാതൃകയിൽ എഴുതപ്പെട്ടിട്ടുള്ള കഥകൾ എഴുതിയ ആൾ കൂടിയാണ് എന്നുള്ളത് ഓർക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു രചനാപരമായ ഒരു വൈവിധ്യം എന്ന് പറയുന്നത് മലയാറ്റൂരിന്റെ രചനകൾക്കകത്ത് നമുക്ക് കാണാൻ കഴിയും. വളരെ പ്രധാനപ്പെട്ട റൈറ്റർ ആ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന കോവിലനാണ്. കോവിലന്റെ തോറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ട വർക്കാണ്. അദ്ദേഹത്തിന്റെ തട്ടകവും അതിൽ വലിയ ശ്രദ്ധിക്കപ്പെട്ട നോവലുകളാണ്. അപ്പോൾ ആഖ്യാനത്തിനകത്ത് ഒരു ഭാഷാ വിപ്ലവം സൃഷ്ടിച്ചു എന്നാണ് ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ ഈ പറയുന്ന എന്താ പറയാ തോറ്റങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുള്ളത്, അല്ലെ? ഇപ്പോ പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന സിഗ്നൽമാൻമാരുടെ കഥ പറയുന്ന അദ്ദേഹത്തിന്റെ MSB പോലുള്ള നോവലുകളൊക്കെയും വേറെ ചില ഈ പറയുന്ന പാൻ ഇന്ത്യൻ ആയിട്ടുള്ള ഒരു സന്ദർഭത്തിനകത്ത് ഈ പറയുന്ന ഇന്ത്യ നാഷൻ എന്ന് പറയുന്ന ഒരു സംഗതി, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്ര സങ്കല്പം, ആധുനിക ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പം, അതിനകത്തുള്ള ചില സംഘർഷ സ്ഥാനങ്ങളൊക്കെ അത് പിന്നീട് CV ശ്രീരാമന്റെ കഥകളിലൊക്കെ നമുക്ക് അതുപോലെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ പറയുന്ന അതിർത്തി തർക്കങ്ങൾ, യുദ്ധങ്ങൾ, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ദേശരാഷ്ട്ര നിർമ്മിതിക്കകത്ത്
ചില പ്രശ്നങ്ങളെ അതിനകത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ചില ആന്തരിക വ്യഥകളായിട്ടൊക്കെ ആവിഷ്കരിക്കുന്ന കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിനെ കുറെ കൂടെ ഒരു എക്സ്റ്റൻഷൻ ഫോമിനകത്താണ് ഒരു ദേശത്തിന്റെ ഒരു തട്ടകത്തിന്റെ കഥയ്ക്കകത്ത് അവിടെ ജനിച്ച് ജീവിച്ച കുറെ മനുഷ്യരുടെ അനുഭവ ചരിത്രത്തിലൂടെ പോകുന്ന വളരെ വ്യത്യസ്തമായ ഒരു ആഖ്യാന രീതിയിലുള്ള തട്ടകം പോലുള്ള അദ്ദേഹത്തിന്റെ അവസാനത്തെ നോവലുകളും ഉള്ളത് അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ഈ പറയുന്ന കോവിലിനൊക്കെ ആകുമ്പോഴേക്ക് നിഹിലിസം പോലെയുള്ള ശൂന്യതാവാദം പോലെയൊക്കെയുള്ള ആധുനികതാവാദ കാലത്ത് ഇനി വരാൻ പോകുന്ന ആധുനികത തൊട്ട് പിറകെ വരാൻ പോകുന്ന ആധുനികതാവാദ കാലത്തെ ചില ആശയധാരകളൊക്കെ കോവിലിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. അതോടൊപ്പം തന്നെ വിജയന് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഖസാക്കിലൊക്കെ ചെയ്യുന്നത് പോലെ ഈ മിത്തുകളും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഗ്രാമത്തിന്റെ കഥ മിത്തുകളിലൂടെ ഒക്കെ പറയുക, അങ്ങനെയൊക്കെയുള്ള പലതരം ആഖ്യാന സങ്കേതങ്ങളൊക്കെ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഓക്കെ, ഈ സന്ദർഭത്തിൽ തന്നെ നമുക്ക് ഈ ആധുനികതയോടൊപ്പം നമുക്ക് പറയേണ്ട ഒരു എന്നാൽ അങ്ങനെ അല്ലാത്തൊരു എഴുത്തുകാരി കൂടിയാണ്. നമുക്ക് അങ്ങനെ ഈ പറയുന്ന പ്രസ്ഥാനപരമായിട്ട് എവിടെയും നമുക്ക് അങ്ങനെ കള്ളി തിരിച്ചു നിർത്താൻ പറ്റാത്ത ഒരു വളരെ സ്ട്രോങ് ആയിട്ടൊരു എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി എന്ന് നമുക്കറിയാം. മാധവിക്കുട്ടിയുടെ നോവലുകൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ കഥയുടെ അകത്തുള്ള ഇടപെടലുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. എങ്കിലും അവരുടെ നോവലുകളും ആ അർത്ഥത്തിൽ ശ്രദ്ധേയമായ നോവലുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. സ്ത്രീയുടെ ഒരു കർത്തൃത്വം വളരെ ശക്തമായിട്ട് ഭാഷയ്ക്കകത്ത് കയറി വരുന്ന ഒരു സന്ദർഭം കൂടിയാണത് നോവലുകൾ പ്രത്യേകിച്ചും അല്ലെ. അപ്പൊ അത് സ്ത്രീ സ്വാതന്ത്ര്യം പ്രത്യേകിച്ച് സ്ത്രീ ലൈംഗികതയെക്കുറിച്ചും സ്ത്രീയുടെ പ്രണയത്തെ സംബന്ധിച്ചും സ്ത്രീയുടെ കാഴ്ചപ്പാടിലുള്ള സ്ത്രീ പുരുഷ ബന്ധത്തെ സംബന്ധിച്ചൊക്കെയുള്ള, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഒറ്റപ്പെടലും സ്വാതന്ത്ര്യവും ഒക്കെ ഇങ്ങനെ വളരെ ഈ രീതിയിൽ കുറെ കൂടെ ഓർമ്മക്കുറിപ്പുകളാണോ നോവലുകളാണോ എന്ന് തന്നെ നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയാത്ത സവിശേഷമായ ആഖ്യാന രൂപങ്ങളെയും ഉണ്ടാക്കിയെടുക്കുന്നത് തുടക്കം കുറിക്കുന്ന മാധവിക്കുട്ടിയാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഈ ആത്മകഥയും യഥാർത്ഥ സംഭവങ്ങളും സ്വപ്നാത്മകതയും ഒക്കെ ഇടകലരുന്ന അതിൻ്റെ ഒരു വലിയ മാതൃകയായിട്ട് എൻ്റെ കഥ എന്ന് പറയുന്ന ഒരു കൃതി ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ അർത്ഥത്തിൽ ഒക്കെ വളരെ വലിയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മലയാളത്തിൽ തനിക്ക് കുറച്ച് വാക്കുകളെ അറിയുള്ളൂ എന്നുള്ള ഭാഷാപരമായ പരിമിതികളെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഭാഷാപരമായ പരിമിതി പക്ഷെ അവരുടെ നോവലുകൾക്കകത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന കഥാസാഹിത്യത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ കവിതയുടെ ഒരു മണ്ഡലത്തിൽ അവർ ഇംഗ്ലീഷിലേക്ക് പോവുകയും ചെയ്തു എന്ന് നമുക്കറിയാം. അവർ മലയാളത്തിൽ കവിതകൾ എഴുതിയിട്ടില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റു ചില എഴുത്തുകാർ, സ്ഥിരം പരീക്ഷയ്ക്ക് വരുന്ന എഴുത്തുകാർ കെ സുരേന്ദ്രനുണ്ട്. പ്രത്യേകിച്ച് ശില്പഭദ്രമായ നോവലുകൾ എന്നൊക്കെ രീതിയിലുള്ള വളരെ പ്ലോട്ടിന് വലിയ പ്രാധാന്യം നൽകുന്ന എന്നാൽ അവർ തന്നെ സങ്കീർണമായ മാനസിക സംഘർഷമൊക്കെ അനുഭവിക്കുന്ന കഥാപാത്രങ്ങളും ഒക്കെ വരുന്ന ഒരു നോവലിന്റെ ഒരു ഗൗരവപ്പെട്ട രൂപശില്പമായി കണ്ടിരുന്ന ഒരു മായ പോലുള്ള വളരെ പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് കെ സുരേന്ദ്രൻ എന്നറിയാം. കാരണം ദുർബലം പോലുള്ള രചനകളൊക്കെ വളരെ പ്രധാനമാണ്. മറ്റൊരാൾ ഈ രൂപപരമായ പരീക്ഷണങ്ങളുടെ മുഴുവൻ അപ്പോസ്തലൻ എന്നൊക്കെ പറയാവുന്ന ഒരാളാണ് പോഞ്ഞിക്കര റാഫി എന്ന് പറയുന്നത്. നമ്മുടെ ആഖ്യാന ഘട്ടത്തിനകത്ത് വിശകലന ഘട്ടത്തിലേക്ക് നമ്മുടെ നോവലിനെ എത്തിച്ചേരാക്കുന്ന രീതിയിൽ അത് പ്രധാനമാണ്. അല്ലെ, അങ്ങനെയാണ് സ്വർഗദൂതൻ പോലെയൊക്കെയുള്ള വളരെ പരീക്ഷണാത്മകമായിട്ടുള്ള നോവലുകളൊക്കെ എഴുതിയ ഒരാൾ കൂടിയാണ് എന്നുള്ളതാണ് ഈ പറയുന്ന ബോധധാര പോലുള്ള സംഗതികളൊക്കെ അതേക്കുറിച്ച് അറിയാം. പിന്നെ അതല്ലാതെ ഈ പറയുന്ന എഴുത്തുകാരനകത്ത് എം സുകുമാരൻ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള അപജയം, റൊമാൻറ്റിക് റവല്യൂഷൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ഈ പറഞ്ഞ ആധുനികതാവാദ കാലത്തേക്ക് എത്തുന്ന രാഷ്ട്രീയ ആധുനികതയുടെ ഭാഗമായിട്ടൊക്കെ നമ്മൾ എം സുകുമാരനെ വായിക്കാറുണ്ടെന്നറിയാം. അപ്പൊ അങ്ങനെയാണ് എം സുകുമാരൻ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. ഓക്കെ, ആധുനികതാവാദകാല നോവലിലേക്ക് വരാം. നമുക്ക് സമയത്തിന്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ ഇതൊക്കെ നിർത്തും. 60 തൊട്ട് 80 വരെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് നമ്മൾ ഈ പറഞ്ഞ മോഡേണിസത്തിന്റെ ഒരു കാലം എന്ന് പറയുന്നത്. 80 ആകുമ്പോഴേക്കും അതൊക്കെ ദുർബലമായി പോകുന്നുണ്ട് എന്ന് നമുക്കറിയാം. അത്യന്താധുനികത എന്നൊക്കെ വിളിച്ച് അല്ലെങ്കിൽ ചില ആളുകൾ ആധുനികത എന്നും വിളിക്കുന്ന ഒരു കാലമാണ് എന്നറിയാം അല്ലെ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോവലിനകത്ത് ഒരുതരം വരേണ്യവാദമായിരുന്നു എന്നൊരു വിമർശനമായിട്ട് അത് വരുന്നുണ്ട്. കാരണം അത് ഈ പറഞ്ഞ നോവലിന്റെ ഒരു വലിയ ജനകീയ മുഖത്തെ തകർത്ത് കളഞ്ഞു എന്നുള്ള ഇതുണ്ട്. നോവൽ ഈ പറയുന്ന ഒരു ഉപരിവർഗ ബുദ്ധിജീവികളുടെ ഒരു
ഒരു ആഖ്യാന രൂപമാക്കി വലിയ ദുർഗ്രഹതയാണ് അതിനകത്ത് ഉണ്ടാവുന്നത് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കുറെ സംഗതികളുണ്ട്. മറ്റൊന്ന് ഈ നഗരം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന കേരളീയ ഗ്രാമങ്ങൾ നമ്മുടെ നോവലിൽ നിന്നും എല്ലൊക്കെ നഗരത്തിന്റെ രാക്ഷസീയത, പ്രത്യേകിച്ച് ഇന്ത്യയിൽ അന്ന് രൂപം കൊണ്ടുവന്ന മെട്രോ നഗരങ്ങൾ, ഡൽഹിയും ബോംബെയും പോലെയൊക്കെയുള്ള വലിയ നഗരങ്ങൾ, ഇതിനകത്തുള്ള മിക്കവാറും എഴുത്തുകാരൊക്കെ അങ്ങനെയുള്ള ഉത്തരേന്ത്യൻ നഗരങ്ങളിലെ പ്രവാസികളായിരുന്ന എഴുത്തുകാരായിരുന്നു. പക്ഷെ ഡൽഹിയിലുള്ള എഴുത്തുകാരായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് നമുക്കറിയാം. മറ്റൊന്ന് ഈ പട്ടത്തുള്ളടക്കമുള്ള ആളുകൾക്കൊക്കെ വരുന്ന ഇതിൽ ആനന്ദൊക്കെയിലൊക്കെ കാണുന്ന പോലെ ഇന്റലക്ച്വലിസം എന്ന് പറയുന്ന ധൈഷണികത എന്ന് പറയുന്ന വലിയ വലിയ ധൈഷണിക കാര്യങ്ങൾ പറയുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനം ചരിത്രത്തിൽ ഇടപെടുകയോ സമൂഹത്തിൽ ഇടപെടുകയോ ചെയ്യുന്ന നായക കഥാപാത്രങ്ങൾക്ക് പകരം അല്ലെങ്കിൽ അതിന് അങ്ങനത്തെ ഒരു വീരനായക അല്ലെങ്കിൽ അത്രയ്ക്ക് വരുമ്പോൾ എല്ലാവരും സാക്ഷിയായി നിൽക്കുന്ന പാസീവായ നായകന്മാരുണ്ടാവുക എന്ന് പറയുന്നത് രവി തൊട്ടുള്ള നായകന്മാർക്ക് എല്ലാറ്റിനും സാക്ഷിയായിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്ന സാക്ഷിത്വം എന്ന് പറയുന്ന ഒരു സംഗതി വളരെ പ്രധാനമായിട്ട് ക്യാരക്ടറൈസേഷനിൽ വരുന്നൊരു സംഗതിയാണ്. നിർവ്യക്തിപരത എന്ന് പറയുന്ന പേഴ്സണലൈസേഷൻ പോലുള്ള സാധനങ്ങൾ ഒരു വ്യക്തിയുടെ ഇത്തരം ആന്തരിക ഗതകൾ അത്ര അതിനൊക്കെ അപ്പുറമുള്ള സംഗതിയിലേക്ക് വരികയും വരുന്ന അതിനൊക്കെ ഒരു തരം ദാർശനികമായി കാണുക എന്ന് പറയുന്ന ഒരു രീതി അല്ലെ. ഏലിനേഷൻ എന്ന് പറയുന്ന അന്യവൽക്കരണം എന്ന് പറയുന്ന ആൾക്കൂട്ടത്തിലും മറ്റൊക്കെ കാണാൻ കഴിയാവുന്നതുപോലെ നഗരങ്ങൾക്കകത്ത് അന്നത്തെ നഗരവാസികൾ അനുഭവിച്ചിരുന്ന അന്യവൽക്കരണം എന്ന് പറയുന്നത് അത് നമുക്കൊക്കെ അറിയാവുന്ന പോലെ ആധുനികതാവാദത്തിൽ ഒരു പ്രധാനപ്പെട്ട ലോകവ്യാപകമായിട്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഈ അന്യവൽക്കരണം, യന്ത്രവൽക്കരണം, അപമാനവീകരണം തുടങ്ങിയ കാര്യങ്ങൾ നമുക്കറിയാം. അതൊക്കെ നമ്മുടെ നോവലിനകത്തേക്കും കവിതയ്ക്കകത്തും വരുന്നൊരു ഘട്ടം കൂടിയാണ്. നോവലിനകത്ത് പ്രത്യേകമായിട്ട് വന്നത് പക്ഷേ മുകുന്ദനിലൂടെ വന്നത് ഈ പറയുന്ന ഫ്രഞ്ച് നാസ്തിക അസ്തിത്വവാദമാണ് എന്നറിയാം. അസ്തിത്വവാദം ഇവിടെ നോവലിൽ വളരെ പ്രധാനമായിരുന്നു. അസ്തിത്വവാദികൾ എന്നാണ് പൊതുവെ കളിയാക്കി വിളിച്ചിരുന്നത് അല്ലെ. അതാകട്ടെ നാസ്തിക അസ്തിത്വവാദമായിരുന്നു എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അതിന്റെ ഒരു സ്വാധീനം വലിയ അളവിൽ കാക്കനാടനിലും അതുപോലെ തന്നെ മുകുന്ദനിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അല്ലെ. ദൈവവും യുക്തിയും മരിച്ചൊരു ലോകത്തെ സംബന്ധിച്ച്, അപ്പൊ ദൈവം അച്ഛന്റെ കൈവിട്ടു പോയ ഒരു കുട്ടി എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ദൈവം ഇല്ലാതായി പോയ ഒരു ലോകത്തെ കുറിച്ചുള്ള ഒരു സംഗതി. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ മൂല്യം, നീതി, വെർച്യൂസ് എന്നൊക്കെ വളരെ അപ്രസക്തമായി പോകുന്ന ഒരു സംഗതി കൂടെ ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ ജീവിതം അസംബന്ധത്വമാണ്, യുക്തിരഹിതമാണ് എന്ന് പറഞ്ഞാൽ അബ്സേർഡിറ്റിയുടെ അസംബന്ധത്വത്തിന്റെ വലിയ സംഗതികൾ ഉണ്ടാവുന്ന ഈ ഘട്ടത്തിലാണെന്ന് നിങ്ങൾക്കറിയാം അല്ലെ. ആധുനിക നാഗരികതയിൽ നിന്നുള്ള പലായനം എന്ന് പറയുന്നത് അല്ല, അങ്ങനെ ഒരു ഈ പറഞ്ഞ മോഡേണിറ്റി ഉയർത്തിവെച്ച വലിയ നഗരങ്ങൾ തകർന്നു വീഴുകയാണ്. ഈ 2 ലോകയുദ്ധങ്ങളൊക്കെ കഴിഞ്ഞതെല്ലാം തകർന്നു വീഴുകയും അങ്ങനെയുള്ളൊരു മനുഷ്യനെ സംബന്ധിച്ച്, സ്റ്റേറ്റിനെ സംബന്ധിച്ച്, മതത്തെ സംബന്ധിച്ച്, പ്രത്യയശാസ്ത്രത്തെ സംബന്ധിച്ചൊക്കെ ഉണ്ടായിരുന്ന ഉറപ്പുള്ള പാറകളായിരുന്ന ഇത്തരം ചില സംഗതികളൊക്കെ തകർന്നു പോകുന്നതിന്റെ ഒരു അവസ്ഥ അല്ലെ. അച്ഛൻ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ക്ഷീണിതനായ പിതാവ്, പരാജയപ്പെട്ട പിതാവ് എന്ന് ദൈവം എന്നൊക്കെ പറഞ്ഞ സങ്കല്പം ഉണ്ടാവുന്നു അല്ലെ. അപ്പൊ ആ അർത്ഥത്തിൽ ഇപ്പൊ വിജയനിലൊക്കെ വളരെ പ്രബലമായിട്ട് അത് വരുന്നുണ്ട് അല്ലെ. വികരാശേഖരനൊക്കെ അത് വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു സംഗതിയിൽ നിന്ന് നാഗരികതയിൽ നിന്ന് പ്രാകൃതമായ സമൂഹങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു ആദിമതയിലേക്കൊക്കെ ഉള്ളൊരു അല്ലെ ഖസാക്കിലേക്ക് രവി വരുന്നത് പോലെയൊക്കെയുള്ള അത്തരം ചില തിരിച്ചുപോക്കുകളുടെ സംഗതികൾ എന്ന് പറയുന്നത് നവോത്ഥാന ആധുനികത മുന്നോട്ട് വെച്ച പല മൂല്യങ്ങളെയും തിരസ്കരിക്കുക. അത് വളരെ ചില ഡയലോഗ് ഇപ്പൊ ഖസാക്കിന്റെ ഇതിഹാസത്തിലൊക്കെ ഈ പറയുന്ന അവിടെ പാടത്ത് പണിയെടുക്കുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അത് രസമല്ലേ എന്നൊക്കെ പറയുന്ന രീതിയിലേക്കൊക്കെയുള്ള പലതരം മൂല്യസങ്കല്പങ്ങളെയും വളരെ പ്രകടമായി തിരസ്കരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം ഈ ദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒന്നിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈ ദേശരാഷ്ട്രത്തെ ഒരു വലിയ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ഒരു കാലത്ത് ചോദിക്കും ദേശരാഷ്ട്രങ്ങളുടെ വ്യർത്ഥതയെ അല്ലെങ്കിൽ അതിന്റെ ഒരു രാഷ്ട്രീയ സംഗതിയെ പലപ്പോഴും അല്ലെങ്കിൽ അതിന്റെ പ്രതിസന്ധികൾ പ്രവാചകന്റെ വഴിയിലും മറ്റൊക്കെ വരുന്ന പോലെ അതിന്റെ പ്രതിസന്ധികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ആനന്ദന്റെ നോവലിൽ വളരെ വിപുലമായിട്ട് ആ സാധനം കയറി വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് അത് വരുന്നത്. നേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ അത്തരം എല്ലാ ഈ സ്റ്റേറ്റിന് എതിരായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ആധുനികതാവാദ കാലത്ത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്കറിയാം അല്ലെ. മൃത്യു ദർശനമുണ്ട്, അസംബന്ധ ദർശനമുണ്ട്, സ്റ്റേറ്റിനെതിരെ നടത്തുന്ന പരാജയപ്പെട്ട കലാപമുണ്ട്, റിയലിസത്തിന് അതിനെതിരായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സ്ഥാപനവൽക്കരണം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സംഗതി ഉണ്ടാവുന്നത്. അവാങ്കാർഡ് കല എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട അത്തരം മൂവ്മെന്റുകൾക്ക് വളരെ പ്രാധാന്യം ഉണ്ടാവുന്നു. അങ്ങനെയാണ് ഹിപ്പിസം പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നു അല്ലെ. ഇപ്പോ അതുപോലെ തന്നെ അക്രമാസക്തമായ ഒരു ഭാഷ, അത് ആ ടേം ഉപയോഗിച്ചത് ഒ.വി. വിജയനാണ് നമുക്കറിയാം. അത് അശ്ലീലം കലർന്നൊരു ഭാഷയല്ല, അത് അക്രമാസക്തമായ ഒരു ഭാഷയാണ്. അപ്പോൾ തങ്ങൾക്ക് ചിത്രീകരിക്കാനുള്ളത് സങ്കീർണവും ദുർഗ്രഹവുമായ ഒരു ലോകമാണെന്നും അത്തരം ലോകത്തെ ചിത്രീകരിക്കാൻ അത്തരം ഒരു ഭാഷ വേണം എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടാവുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ബ്ലാക്ക് ഹ്യൂമർ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടാവുന്നത്. രോഷം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയായി ഈ കക്കനാടനടക്കം തുടങ്ങുന്ന ആ ഒരു ഇവരിലൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്.
ഒന്ന് രണ്ടുപേരെ കുറിച്ച് നമുക്ക് പറയാം അല്ലെ. അപ്പൊ ആധുനികതാവാദ സൗന്ദര്യ ശാസ്ത്രം ഇർവിംഗ് പറയുന്ന പ്രധാനപ്പെട്ട ഈ 9 തത്വങ്ങളും യഥാർത്ഥത്തിൽ മലയാളത്തിലെ ഈ ആധുനികതാവാദകാല നോവലുകളെ സ്വാധീനിച്ചതാണ് എന്ന് നമുക്കറിയാൻ കഴിയും അല്ലെ. ഇപ്പൊ ഈ പറയുന്നത് പോലെ ഒരു പരമ്പരാഗതമായ സംഗതികളൊക്കെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു വേറൊരു പ്ലെയിനിലേക്ക് കൃതികളെ പ്രതിഷ്ഠിക്കാനുള്ള, മൗലികമായിരിക്കാനുള്ള ഒരു വേദിയ, തങ്ങൾ വ്യത്യസ്തരാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു എഴുത്തുകാരനും അവരുടേതായ ചില രീതികൾ വളർത്തിയെടുക്കുക, അങ്ങനെ ചില സാധനങ്ങൾ കൃതിയെ വിലയിരുത്തേണ്ട അതിനകത്ത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഓട്ടോണമിയെ സംബന്ധിച്ച അല്ലെങ്കിൽ ആ ഓട്ടോണമിയും അതിലെ എഴുത്തുകാരന്റെ ഒരു കർത്തൃത്വത്തിന്റെ പരമാവധിയെയും സംബന്ധിച്ച ചില വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞ വളരെ പ്രധാനമായിരുന്നു എന്ന് പറയുന്നത് അല്ല. അതോടൊപ്പം തന്നെ ഈ പറയുന്ന സംവിധാനഭദ്രമായ ഒരു നോവലല്ല, അതിനു പകരം ഈ ഭഗ്നബിംബങ്ങളിലൂടെ ഇത് അവതരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ ചിതറലിന്റെ ഒരു സംഗതിയായിട്ട് മാറുക എന്ന് പറയുന്നത് അല്ലെ. ഈ പ്രകൃതി ഒരു പശ്ചാത്തലമാകുന്ന ഒരു സംഗതി ഒഴിവാക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ഒരു കൾച്ചർ ഷോക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഈ അത്തരം ഒരു എന്താ പറയാ ഒരു ഞെട്ടിപ്പിക്കുന്നതായിരിക്കണം എഴുത്ത് എന്ന് പറയുന്ന ഒരു സംഗതി. അതുകൊണ്ട് തന്നെ പാരമ്പര്യ മൂല്യങ്ങളെയൊക്കെ എതിർക്കുകയും മറ്റൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും പഴമയിലേക്കുള്ളൊരു ആദിമ പ്രകൃതി അനാവരണം ചെയ്യുക എന്ന് പറയുന്ന സംഗതി അല്ലെ. അപ്പൊ അങ്ങനെ ഈ ഒരു തരം അരാജകവാദത്തിന്റെയോ അല്ലെങ്കിൽ ശൂന്യതാവാദത്തിന്റെയോ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ പൊതുവെ ഈ കാലഘട്ടത്തിലെ നോവലുകൾ, പക്ഷേ മുകുന്ദന്റെയും ഒക്കെ നോവലുകൾ കാണുന്നത് എന്ന് നമുക്കറിയാം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായി വന്നത് കാക്കനാടനായിരുന്നു എന്ന് നമുക്കറിയാം. ആധുനികതയുടെ ഈ കലാപം തുടങ്ങി വെക്കുന്നത് അദ്ദേഹമാണ് അല്ലെ. അപ്പോ ശിവൻ എന്നൊക്കെ പറയുന്ന ഒരു കഥാപാത്രം വളരെ ഏകാഗിയായ ഒരു കഥാപാത്രം അല്ലെ. പിന്നെ എന്താ പറയാ മൂല്യബോധം അപ്പൊ ആ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ ഈ എന്താ പറയാ ഉഷ്ണമേഖലയിൽ വരുന്ന കഥാപാത്രം വസൂരി പോലുള്ള ഒരു മഹാമാരി, പ്ലേഗിന്റെ ഒക്കെ സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞാൽ വസൂരി പോലുള്ള നോവലുകളിലൊക്കെ ഈ മരണത്തിന് മുമ്പിൽ ഇങ്ങനെ നിരാലംബരും നിസ്സഹായരും, എന്നാൽ അതിനോടൊക്കെ ഒരു തരം ഒരു നിർവികാരതയൊക്കെ തോന്നുന്ന മനുഷ്യരും, ഇങ്ങനെയുള്ള ചില സംഗതികൾ, അങ്ങനെ അതൊക്കെ ഈ കാക്കനാടന്റെ നോവലുകളിൽ കാണാൻ കഴിയും. അസ്തിത്വവാദപരമായ ആധുനികതയുടെ മികച്ച മാതൃകയാണ് അദ്ദേഹത്തിന്റെ പല നോവലുകൾ എന്ന് പറയുന്നത്. എഴുത്തുകാരൻ അങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയൊന്നും ആവശ്യമില്ല എന്നുള്ളത്. മനുഷ്യൻ വലിയ വിധിക്ക് കീഴടങ്ങി നിൽക്കുന്ന മനുഷ്യർ തന്നെയാണ്, മനുഷ്യന്റെ നിസ്സഹായതയാണ് അവിടെ ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പരമ്പരാഗത മൂല്യവിചാരങ്ങളെയൊക്കെ തിരസ്കരിക്കുന്ന സംഗതികൾ അല്ലെ. നഗരം എന്ന് പറയുന്ന അങ്ങനെ ആധുനികത വയ്ക്കുന്ന പലതരം പ്രമേയ പരിസരങ്ങളെയും മലയാള നോവലിലേക്ക് ആദ്യം കൊണ്ടുവന്നയാളാണ് കാക്കനാടൻ എന്ന് പറയുന്നത്. അത് ലൈംഗിക സദാചാരത്തെ വെല്ലുവിളിക്കലായാലും ആക്ഷേപഹാസ്യമായാലും അല്ലെ, ജീവിതത്തിന്റെ നിരർത്ഥകതയെ സംബന്ധിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകളായാലും, അത് പിൽക്കാല ആധുനികതാവാദ നോവലിസ്റ്റുകളിലൊക്കെ പൊതുവായി കാണുന്ന ഈ പ്രമേയ പരിസരങ്ങളോ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളൊക്കെയും കാക്കനാടിന് തന്നെയാണ് തുടക്കം കുറിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് പക്ഷേ ഒരു വലിയ മാറ്റം മലയാള നോവലിന്റെ തന്നെ ദിശാബോധം ഉണ്ടാക്കിയത് ഒരു പുരോഗമന സാഹിത്യ കൃതിയായി എഴുതണം എന്ന് വിചാരിച്ച് എഴുതി തുടങ്ങി അതല്ലാതെ മാറിയ മലയാള നോവലിന്റെ തന്നെ ഗതിയെ മാറ്റിയിട്ടുള്ള ഖസാക്കിന്റെ ഇതിഹാസം എഴുതിയ ഒ വി വിജയനാണ് നമുക്കറിയാം അല്ലെ. അപ്പോ ആ ഒ വി വിജയന്റെ നോവലുകളിലേക്ക് എത്തുമ്പോഴേക്കും നോവൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക രൂപം, വേറെ സ്വഭാവത്തിലേക്ക് അത് മാറുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അല്ലെ. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനം ഈ 3 നോവലുകളുടെയും അദ്ദേഹം തുടർന്നു പോകുന്ന ഗുരുസാഗരത്തിലെത്തുന്ന ഈ ഒരു ഗുരുവിനെ അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ തന്നെ അന്വേഷിച്ചിട്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ ക്ഷീണിതനായ പിതാവ് എന്നുള്ള ആശയം ഞാൻ നേരത്തെ പറയണ്ടായി അല്ലെ. എന്നാൽ അദ്ദേഹത്തെ ഒരു ഹിന്ദുത്വവാദിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വാദവും സക്രിയും മറ്റൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ഹൈന്ദവമായ ചില സംഗതികളുണ്ട്. പക്ഷെ അങ്ങനെ ഒരു നിരാസ്പദമായ തേടലുകൾ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തേടലുകളുടെ ഒരു പ്രത്യേകത എന്ന് എം കെ ഹരികുമാറിനെ പോലുള്ളവരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ഒരു പ്രത്യേക ദർശനത്തിൽ ഊന്നിയതുകൊണ്ട് ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടായിരുന്നു, മനുഷ്യൻ തന്നെയായിരുന്നു, എല്ലാ അധികാര വ്യവസ്ഥകൾക്കും എതിരായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന അതോടൊപ്പം തന്നെ ഒരു ബയോപൊളിറ്റിക്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതികൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഉപനിഷത്ത് ദർശനങ്ങളോടൊക്കെയുള്ള വലിയ സ്വാധീനം, അതിന്റെ ഒരു വലിയ അവതരണമായിട്ട് മധുരംഗാരി പോലുള്ള നോവലുകളൊക്കെ വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ ഇക്കോളജിയും ഇതും തമ്മിലുള്ള വല്ലാത്ത കലർപ്പ് ആ നോവലിനകത്ത് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത്. ദേശീയതയുടെ ഒരു പ്രതിസന്ധിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത്, രാഷ്ട്രീയ പ്രതിസന്ധിയായിരുന്നു. അദ്ദേഹം കാർട്ടൂണിസ്റ്റ് എന്ന നിലയിലും ഒരു പൊളിറ്റിക്കൽ കോളമിസ്റ്റ് എന്ന നിലയിലും അദ്ദേഹം നിരന്തരമായി എഴുതിയിരുന്ന സംഗതി, അദ്ദേഹം എഴുതിയിരുന്ന ഭാഷയൊക്കെ ഇംഗ്ലീഷിലായിരുന്നു നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു നാഷന് സംഭവിച്ചിട്ടുള്ള വലിയ രാഷ്ട്രീയമായിട്ടുള്ള പ്രതിസന്ധികളാണ്. ആ പ്രതിസന്ധികളാണ് വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ഭാവന തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന
നോവലുകളിലൂടെ ആവിഷ്കരിച്ചത്, പ്രത്യേകിച്ച് ധർമ്മപുരാണമായാലും അല്ലെങ്കിൽ പ്രവാചകന്റെ വഴി പോലുള്ള നോവലുകളിലും എന്ന് നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ വിമർശനം എന്ന് പറഞ്ഞ അലിഗറിയുടെ വലിയൊരു ഉപയോഗം അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും, അല്ലെ? ഈ പറയുന്ന സംഗതികളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ആധുനികതയോടുള്ള വിമർശം എന്ന് പറയുന്നത് വളരെ പ്രധാനമായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹം വരുത്തിയ വലിയ മാറ്റം എന്ന് പറയുന്നത്, അത് എങ്ങനെയാണ് ഒട്ടും റിയലിസ്റ്റിക് അല്ലാത്ത രീതിയിൽ ഭാഷയെ മാറ്റാനുള്ള ഒരു ശ്രമവും അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന് പറയാം. മറ്റേയാൾ VKN ആണ്. വേറെ തരത്തിൽ വിജയനിൽ തീർത്തും വ്യത്യസ്തനായിട്ട് ഡൽഹിയിൽ തന്നെ ഇരുന്നുകൊണ്ട് ഈ ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞ സാധനത്തെ കൊണ്ട് ഇന്ത്യയുടെയും കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററിയുടെ ഒരു പ്രതിചരിത്രം എഴുതുക എന്ന് പറയുന്ന ഒരു സംഗതി, വളരെ പൊളിറ്റിക്കലായ നോവലുകൾ എഴുതുമ്പോൾ പോലും അതിനെ വളരെ ആക്ഷേപഹാസ്യത്തോടു കൂടി എഴുതുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഫലിതം എന്ന് പറയുന്ന നമ്പ്യാരിലും ചാക്യാരിലൊക്കെ കാണുന്ന ഒരു ഫലിതത്തിന്റെ പിന്തുടർച്ചയാണ്, കൂത്തിലൊക്കെ കാണുന്ന ഒരു പിന്തുടർച്ച തന്നെയാണ് VKയിൽ കാണുന്നുണ്ടെങ്കിലും അതിനെ മുഴുവൻ പൊളിച്ചെഴുത്തിക്കൊണ്ട് ആധുനികമാക്കുക എന്ന് പറയുന്ന ഒരു രീതി. അത് നമ്മുടെ ഈ പറയുന്ന മണിപ്രവാള കൃതികളുടെ ഒരു വലിയ വായനാ സംസ്കാരം, VKന്റെ കൃതികളിൽ മുഴുവൻ നമുക്ക് കഥകളിയുടെ സംസ്കാരമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട കുറെ വിവരങ്ങൾ കാണാൻ കഴിയും. പക്ഷെ അതൊക്കെ ഈ പറയുന്ന വളരെ ഒരുതരം ഏറ്റവും എലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ സബാൾട്ടൺ ആയിട്ടുള്ള സ്പേസിൽ നിന്നുകൊണ്ടും ആളുകൾ സംസാരിക്കുന്ന രീതിയിലാണ് അതൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ വളരെ എന്താ പറയാ അതിർത്തികളൊന്നുമില്ലാതെ കലർത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെ ഈ സായിപ്പായാലും മദാമയായാലും ഇവിടെയുള്ള നമ്പൂതിരി ആയാലും ഇവരൊക്കെ ഇതെല്ലാം ഇടകലർന്ന ഒരു ഭാഷയിൽ ഒരു ഇന്റർനാഷണൽ പ്ലെയിനിൽ കൊണ്ട് സംസാരിക്കുക എന്നുള്ള രീതിയിലേക്ക് അത്തരം ചില പരീക്ഷണങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. ഈ പറയുന്ന ഉദ്ധരണികളും പാരഡികളും ഏറ്റവും കൂടുതലുള്ളത് ഇദ്ദേഹത്തിന്റെ കൃതിയിലാണ് എന്ന് നമുക്കറിയാം. എന്നാൽ അതോടൊപ്പം തന്നെ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു സവിശേഷമായ ഒരു ഭാഷ ഒരു കലമ്പൽ എന്ന് പറയുന്നത്, അത് മലയാളത്തിൽ മാത്രം സാധ്യമാകുന്ന, മലയാളത്തിലേക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത, അതുകൊണ്ട് ട്രാൻസ്ലേറ്റബിൾ അല്ലാത്ത ഒരു എഴുത്തുകാരനായിട്ട് ആ കാലഘട്ടത്തിലുള്ള ഒരു പ്രധാന ആനന്ദിനെ കുറിച്ചൊക്കെ നമ്മൾ ഉള്ളൊരു പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് തന്നെ ഒരു വിവർത്തന കൃതിയാണ് അദ്ദേഹം എഴുതുന്നത് എന്നുള്ളതാണ്. പക്ഷെ VK നേരെ തിരിച്ചായിരുന്നു എന്നുള്ള കാര്യവും നമുക്ക് അറിയാം, അല്ലെ? അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ജനറൽ ചാത്തൻസ് പോലുള്ള കൃതികളും അതുപോലെ നാണുവാര് പോലുള്ള കൃതികളും തമ്മിലുള്ള ഒരു അന്തരം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ഭാവനാ ലോകത്തിന്റെ വൈവിധ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലെ? മുകുന്ദനെ കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, അല്ലെ? അവിടെ എപ്പോഴും ഒരു അധിനിവേശ പ്രദേശത്തു നിന്നുള്ള ഒരു സ്വത്വ പ്രതിസന്ധി അനുഭവിക്കുന്ന മനുഷ്യരുടെ എടുത്തെറിയലുകളാണ്. നഗര സന്ദർഭങ്ങളിലേക്ക്, ഡൽഹി പോലുള്ള നഗര സന്ദർഭങ്ങളിലേക്ക് വയ്യടിയിൽ നിന്ന് മാറി ഡൽഹിയിലേക്ക് എത്തുമ്പോൾ അങ്ങനെ ഒരു വലിയ പ്രശ്നം. അപ്പൊ എപ്പോഴും ഇങ്ങനെ വ്യവസ്ഥ എങ്ങനെയാണ് മനുഷ്യനെ കുടുക്കിയിടുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനമായിട്ട് അതിനകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന അന്യതാബോധം എന്നൊക്കെ പറയുന്ന അത് വളരെ പ്രധാനമായിട്ട് ദൈവത്തിന്റെ കൃതികളൊക്കെ വരുമ്പോൾ വളരെ കൃത്യമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഡ്രസ് ഇല്ലാതായി പോകുന്ന മനുഷ്യർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ കൾച്ചറൽ ഹൈബ്രിഡിറ്റി മറ്റ് മലയാളത്തിൽ അത്ര പരിചയമല്ലാത്ത രീതിയിൽ ഈ ഫ്രഞ്ച് സംസ്കാരമൊക്കെ ബന്ധപ്പെട്ട് രണ്ടു തരം സംസ്കാരങ്ങൾ ഇടകലർന്ന ആളുകളുടെയൊക്കെ ചില ജീവിതമൊക്കെ കൊണ്ടുവന്നൊരു സംഗതിയാണ്. അധികാരം എന്ന് പറയുന്ന സാധനം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്വന്തം ഫെയ്ത്തിനകത്ത് കുടുങ്ങിപ്പോകുന്ന മനുഷ്യനെ കുറിച്ചാണ്. വിധിക്കകത്ത് കുടുങ്ങിപ്പോയി അതിന്ന് മോചനം നേടാത്ത മനുഷ്യനെ കുറിച്ചിട്ടുള്ള ഒരു എഴുത്ത് കൂടിയാണ്. അതോടൊപ്പം തന്നെ ദേശത്തിന്റെ എഴുത്ത്, തൊട്ട് മുമ്പുണ്ടായിരുന്ന ഒരു ഘട്ടത്തിനകത്തുള്ള ദേശത്തിന്റെ എഴുത്ത് എന്നുള്ള രീതിയിൽ പിന്നെ നമുക്കത് കാണാൻ കഴിയാവുന്നത് കോവിലല്ലാണ്. അങ്ങനെ ദേശത്തിന്റെ എഴുത്തുകാരനായിട്ട്, മയ്യഴിയുടെ എഴുത്തുകാരനായിട്ട് മുകുന്ദൻ മാറുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുകുന്ദന്റെ ഈ ആധുനികതാവാദ കാലത്തെ എഴുത്തുകളെ മാത്രം മുൻനിർത്തി നമുക്ക് അങ്ങനെ മുകുന്ദനെ കാണാൻ കഴിയും. അതിനുശേഷം ഈ പറയുന്ന പിന്നീട് ഉണ്ടാവുന്ന അദ്ദേഹത്തിന്റെ നോവലുകളിൽ വളരെ വ്യത്യസ്തനായ ഒരു മുകുന്ദനെയും കേശവന്റെ വിലാപങ്ങൾ തൊട്ടൊക്കെ നമുക്ക്, പ്രത്യേകിച്ച് ദളിത് യുവതിയുടെ കഥനകഥയൊക്കെ തൊട്ട് മറ്റൊരു തരം ആഖ്യാന രീതിയിലേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്ന ഒരു മുകുന്ദനെയും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട എഴുത്തുകാരൻ ആനന്ദാണ്, അല്ലെ? ആനന്ദിനെ ഈ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഈ പറയുന്ന പോലെ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപക്ഷെ ഇന്ത്യൻ മധ്യകാല ഇന്ത്യൻ ചരിത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു കേരളീയം എന്ന് പറയുന്ന അന്തരീക്ഷം അദ്ദേഹത്തിന്റെ കൃതികളിൽ പൊതുവെ നമുക്ക് കാണാൻ കഴിയില്ല, അല്ലെ? അധികാരം അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ സ്ട്രക്ചറുകൾ, ഈ ഘടനകൾ ആണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ആയിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് എന്ന് പറയാം, അല്ലെ? അപ്പൊ അവിടെയൊക്കെ ഇതിന്നൊക്കെ പുറത്താക്കപ്പെടുന്ന മനുഷ്യർ, അവരുടെ നിസ്വരായ മനുഷ്യരുടെ അവസ്ഥ, ഐഡന്റിറ്റി എന്താണെന്നുള്ളത് തുടങ്ങിയ പ്രശ്നങ്ങൾ, അല്ലെ? അഭയാർത്ഥിത്വം എന്ന് പറയുന്ന അങ്ങനെ ചരിത്രത്തിന്റെയും വ്യവസ്ഥകളുടെയും ഇരകളായി തീരുക. ചരിത്രം എന്ന് പറയുന്നത് വലിയൊരു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചരിത്രം
കൊണ്ടുവരുന്ന അദ്ദേഹമാണെന്ന് അറിയാം. അപ്പൊ ചരിത്രത്തിന് എങ്ങനെയാണ് മനുഷ്യനെ ഇരയാക്കുന്നത് എന്നത്, ചരിത്രത്തിലെ നായകനും മനുഷ്യനാണ്, ചരിത്രത്തിലെ ഇരയും മനുഷ്യനാണ്. ഒരു നായക പക്ഷത്തു നിന്ന് പകരം ഇരകളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അല്ലെ ഈ ചരിത്രം വലിയ ഒരു സിസ്റ്റമായിട്ട്, വലിയൊരു അധികാരമായിട്ട് മനുഷ്യരെ എങ്ങനെയാണ് പിടികൂടുന്നത് എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെ. അതോടൊപ്പം തന്നെ ആൾക്കൂട്ടം പോലെയൊക്കെയുള്ള, മരണ സർട്ടിഫിക്കറ്റ് പോലെയൊക്കെയുള്ള വളരെ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. ഈ നോവലിനെ നമ്മൾ വേണമെന്ന് പറഞ്ഞിരുന്ന ഈ പല ഒരു സമൂഹത്തിന്റെ ആഖ്യാനമാണ്, സ്ഥലത്തിന്റെ ആഖ്യാനമാണ്, നായകൻ കഥ അല്ലെ, അങ്ങനെ പേരൊന്നുമില്ലാത്ത അല്ലെ നെഗറ്റീവ് നോവൽ എന്നൊക്കെ പറയാവുന്ന നോവലുകളും ഈ പറഞ്ഞ നോവലിന്റെ ഘടനയെ തന്നെ നിഷേധിക്കുന്ന നോവലുകളും എഴുതിയ ഒരാൾ കൂടിയാണ് എന്നറിയാം. പിന്നെ നമുക്ക് പറയാനുള്ള എടുത്തു പറയേണ്ട ഒരു നോവലിസ്റ്റ് എന്ന് പറഞ്ഞ സേതുവാണ്. സേതു ഈ പറയുന്ന പല പാശ്ചാത്യ ആധുനികതാവാദകാല രചനാ പദ്ധതികളെയും മലയാളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ള ഫാന്റസിയുടെ ഉപയോഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സേതുവിന്റെ, പ്രത്യേകിച്ച് പാണ്ഡവപുരം എന്നുള്ള ഒരൊറ്റ കൃതി കൊണ്ട് തന്നെ സേതു ആ രീതിയിൽ വേറെ അടയാളപ്പെടുത്തപ്പെട്ടുള്ള ഒരു എഴുത്തുകാരൻ ആണ് അല്ലെ, ആ ഒരു രീതിയിൽ. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആധുനികതാവാദ കാലത്ത് മിക്കവാറും പുരുഷാഖ്യാനങ്ങളാണ് ഉണ്ടായിരുന്നത്. ആധുനികതാവാദത്തിന് എതിരായ ഒരു വളരെ പ്രധാനപ്പെട്ട സംഗതി കൂടി തന്നെയാണ്. അപ്പൊ അവിടെ ഒരു ഒറ്റപ്പെട്ട സ്ത്രീയുടെ വിഷാദാത്മക ലൈംഗിക വിഭ്രാന്തികൾ ആവിഷ്കരിച്ചു എന്നുള്ളതാണ് ആ കൃതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് നമ്മൾ പറയുന്നത്. സ്ത്രീകൾ നിശബ്ദരായ ഒരു ഘട്ടം കൂടിയായിരുന്നു അത് നമുക്കറിയാം അല്ലെ. അപ്പൊ അതുകൊണ്ട് ആധുനികതയുടെ പെൺപക്ഷമാണ് പാണ്ഡവപുരം എന്ന് പറയുന്ന ഒരു സംഗതി. അതോടൊപ്പം തന്നെ മാജിക്കൽ റിയലിസത്തിന്റെയോ ശരിയായ രീതിയിൽ ഫാന്റസിയുടെ ഒക്കെ എലമെന്റുകൾ കലർത്തിക്കൊണ്ടുള്ള ചരിത്രവും കഥയും ഭാവനയൊക്കെ ഇടകലർത്തിയുള്ള അദ്ദേഹത്തിന്റെ ആഖ്യാനവും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. അവസാനമായിട്ട് ഈ കാലഘട്ടത്തിൽ എഴുതിയ 1-2 എഴുത്തുകാരെ കൂടി ഒന്ന് ഓടിച്ചൊന്ന് പരിചയപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സമയത്തുണ്ടായിരുന്ന എൻ പി മുഹമ്മദ് ഈ പറയുന്ന MT-യോടൊപ്പം തന്നെ തുടങ്ങിയും ആ കാലഘട്ടത്തിലൊക്കെ രണ്ടുപേരും ചേർന്ന കൃതികൾ എഴുതുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ കൃതികളൊക്കെ, എണ്ണപ്പാടം പോലുള്ള കൃതികളൊക്കെ ആ ഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിന്ന് ഹിരണ്യകശിപു പോലുള്ള വർക്കുകളൊക്കെ വരുമ്പോഴേക്കും ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ സറ്റയറിന്റെ ഒക്കെ ഒരു വലിയ സാധ്യതയെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും അദ്ദേഹം ഈ പറയുന്ന MT-യിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ആധുനികനായിട്ടുള്ള അത്യന്താധുനിക സാഹിത്യത്തിന്റെ ഒരു ധാരയൊക്കെ അദ്ദേഹത്തിനകത്തേക്ക് വരുന്നതായിട്ട്, ദൈവത്തിന്റെ കണ്ടകത്തുമ്പോൾ വേറെ തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ എഴുത്ത് വികസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിനിടയിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് പുന്നത്തിൽ കുഞ്ഞബ്ദുള്ള അല്ലെ, നമുക്കറിയാവുന്നതുപോലെ ഈ പറയുന്ന ഒരു പ്രവാസ ലോകമൊക്കെ അദ്ദേഹത്തിനകത്ത് വളരെ അതിനകത്ത് വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്. ആ ഒരു ആധുനിക എഴുത്തുകാരുടെ കൂടെ തന്നെ നമ്മൾ പറയുന്ന ഒരാളാണ് അലിഗഡിലെ തടവുകാർ പോലുള്ള കൃതികളായാലും, സ്മാരകശിലകൾ പോലുള്ള കൃതികളായാലും അല്ലെ, പിന്നീട് ഈ പറഞ്ഞ മരുന്ന്, കന്യാവനങ്ങൾ പോലുള്ള കൃതികളിലൂടെയൊക്കെ വേറെ തരത്തിൽ അദ്ദേഹത്തിന്റെ ഈ പ്രവാസം പോലുള്ള കാര്യങ്ങളൊക്കെ കന്യാവനങ്ങളിലൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അല്ലെ. സി രാധാകൃഷ്ണൻ ഈ പോപ്പുലർ ആയിട്ടുള്ള നോവലുകളോടൊപ്പം തന്നെ ഈ പറയുന്ന എന്താ പറയാ സ്വത്വ സംഘർഷങ്ങൾ അല്ലെങ്കിലുള്ള കുറെ കാര്യങ്ങൾ, ചരിത്രം, ഇതൊക്കെ പ്രമേയം ആക്കിയെടുത്തിട്ട് മുമ്പേ പറക്കുന്ന പക്ഷികൾ പോലെയൊക്കെയുള്ള, അതോടൊപ്പം തന്നെ സയൻസിന്റെ ഉപയോഗം വലിയ രീതിയിൽ ഈ ശാസ്ത്രം എന്ന് പറഞ്ഞ് ശാസ്ത്രത്തിനകത്തുള്ള ചില പ്രതിസന്ധികളെ, മോഡേൺ സയൻസിന്റെ പ്രതിസന്ധികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവിഷ്കരിക്കുന്ന രീതിയിൽ സി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ജനപ്രിയനായ ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം ആവിനികളെ, നന്ദിയും പുള്ളിപ്പുലിയും, വെള്ളി നക്ഷത്രങ്ങളും, ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ടല്ലോ, അത് ആ രീതിയിൽ വളരെ ബൃഹത്തായ നോവലുകൾ കൂടിയായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് വ്യത്യസ്തമായിട്ട് നെല്ല് പോലുള്ള നോവലുകൾ എഴുതിയ പി വത്സലെ പോലുള്ള എഴുത്തുകാർ, പ്രത്യേകിച്ച് ഈ പറയുന്ന ആദിവാസി ജീവിതം, പിന്നീട് നമുക്ക് 90-കൾക്ക് ശേഷം ഇവിടെ വരുന്ന ഈ ഗോത്ര ജീവിതം കേന്ദ്രീകരിച്ച് നാരായണയിൽ തുടങ്ങുന്ന ഒരു നോവലുകളുടെ ഒരു രീതി ഉണ്ടാകുന്നത്. അതിനു മുമ്പ് അത്തരം ഒരു ജീവിതമൊക്കെ കൊണ്ടുവരുന്നത്, വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതമൊക്കെ കൊണ്ടുവരുന്ന ആളെന്നുള്ള രീതിയിൽ. അതോടൊപ്പം തന്നെ രാജലക്ഷ്മിയുടെ ഒരു നോവലുകൾ ഇതിന് പാരലായിട്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു രാജലക്ഷ്മിയുടെ ജീവിത ദുരന്തവും അവിടെ എഴുത്തിന്റെ ഒരു ശക്തിയും അല്ലെ, അങ്ങനെയുള്ള രാജലക്ഷ്മിയുടെ ഒരു വഴിയും കുറേ നിഴലുകളും എന്ന് പറയുന്ന ഒരു കൃതിയും ആ രീതിയിൽ വളരെ പ്രധാനമാണ്. ഇതിനകത്ത് എടുത്തു പറയുന്ന മറ്റൊരു സംഗതി എന്ന് പറയുന്നത് ഈ പ്രകൃതി നിയമം പോലുള്ള പ്രകൃതി നിയമം പോലെ നോവൽ എഴുതിയിട്ടുള്ള CR പരമേശ്വരനെ പോലുള്ള ആളുകളാണ്. ഇവിടൊക്കെയും ഈ പറയുന്ന മോഡേണിറ്റി ഉയർത്തിപ്പിടിച്ച അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ പറയുന്ന അല്ലെങ്കിൽ സമൂഹത്തിന്റെ മൂല്യബോധത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊക്കെ സംഭവിക്കുന്ന എന്താ പറയാ ഒരു പ്രതിസന്ധികളെ സംബന്ധിച്ച് ഒക്കെ വരുന്ന കൃതികളാണെന്നുള്ളതാണ് അല്ലെ. ഇതിനകത്ത് വേറെ എടുത്തു പറയേണ്ട ഒരാൾ വേദി രാധാകൃഷ്ണനാണ് അല്ലെ. ഈ പറയുന്ന സൂര്യവംശം പോലെയൊക്കെയുള്ള വളരെ വിപ്ലവാത്മകമായിട്ടുള്ള കലാപ സ്വഭാവത്തിലുള്ള നോവലുകളൊക്കെ എഴുതിയിട്ടുള്ള ആ കാലഘട്ടത്തിൽ തന്നെ എഴുതിയിട്ടുള്ള ഒരാൾ കൂടിയാണ് വേദി രാധാകൃഷ്ണൻ അല്ലെ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് പ്രധാനമായിട്ട് ഈ കാലഘട്ടത്തില് എഴുത്തുകാർ. ചോദ്യങ്ങളിലേക്ക് നമുക്ക് അടുത്ത ദിവസം പോകാമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറയുന്ന നവോത്ഥാന
അനന്തര കാൽപ്പനികതയുടെ ഒരു ഘട്ടവും അതിനുശേഷം വരുന്ന ഒരു ആധുനികതാവാദത്തിന്റെ ഒരു ഘട്ടവുമായിട്ട് 2 ഘട്ടങ്ങളാണ്. അങ്ങനെ മലയാള നോവലിൽ 4 ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അതിനുശേഷം വരുന്ന ഒരു ഘട്ടത്തെ എല്ലാം ചേർത്താണ് നമുക്ക് ആധുനികാനന്തരം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് ഈ നോവലുകൾ മാറുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു 5 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ മലയാള നോവലിനെ മനസ്സിലാക്കിയെടുക്കുന്നത്.